കഴിഞ്ഞിട്ട് റെക്കോർഡിംഗ് അയച്ചു തരാം. ഓക്കെ. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ. ഓക്കെ, അരവിന്ദ് പറയൂ. ഐ വോണ്ട് ടു ഹിയർ അബൌട്ട് യു. മെയിൻലി കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യാനാണ് പ്രോബ്ലം. നമ്മളിപ്പോ 22 വർഷമായിട്ട് ജനറൽ ഇൻഷുറൻസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആഹ് ഇത് നമ്മൾ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ പതുക്കെ പതുക്കെ ഒരു സ്ഥാപനമായിട്ട് നമ്മൾ അതിനെ ഫോം ചെയ്തു. ആഹ് ഇപ്പൊ നമ്മളെല്ലാം കൂടെ ഒരു 13-14 പേരാണ് നമ്മുടെ സ്ട്രെങ്ത്. മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് ടേൺ ഓവർ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമ്മളത് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. നമ്മൾ ലാസ്റ്റ് ഇയർ എനിക്ക് തോന്നുന്നു 13-14 crore നമ്മുടെ പ്രീമിയം കളക്ഷൻ. പക്ഷെ നമുക്ക് എന്നിട്ടും നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമ്മൾ പ്യൂർലി ലോസിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മെയിൻ പ്രോബ്ലം. നമുക്ക് ഫണ്ട് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കൂടാതെ നമ്മുടെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നമ്മൾ ഇടുന്ന ഒരു ടാർഗറ്റ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ടാർഗറ്റ് ഇട്ടാൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. നോർമലി ആസ് യൂഷ്വൽ ഈ 22 വർഷം പഴക്കമുള്ള ഒരു കമ്പനി എങ്ങനെ പോകുമോ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പോകും. അതിന്റെ സാധാരണ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ഒരു സാധാരണ മണ്ണിൽ കിടന്ന് വളർന്നാൽ എങ്ങനെ വളരും, അല്ലാത്ത ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഓക്കെ. നമ്മളോട് സ്ട്രെങ് നിൽക്കുന്നവരെല്ലാം കൂടെ തന്നെയുണ്ട്. ഇപ്പോ 9-10 വർഷം വരെയൊക്കെ തന്നെയാണ് കൂടെ നിൽക്കുന്നവരെല്ലാം. പക്ഷെ എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവരെയും അവരാഗ്രഹിക്കുന്ന പോലെ നമുക്ക് അവരോടൊപ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നു. ഓക്കെ. എത്ര പേരുണ്ട്? നമ്മൾ മൊത്തം 13 പേര്. 13 പേരല്ലേ? ആ, എല്ലാവർക്കും സാലറി ആണോ, എങ്ങനെയാണ്? എല്ലാവർക്കും നമ്മൾ സാലറിയാണ് പ്ലസ് ഇൻസെന്റീവ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഇൻസെന്റീവ്? എത്രയായാലും എല്ലാവരും ടെലികോളേഴ്സ് പോലെയാണോ, അല്ല എങ്ങനെയാണ് സ്റ്റാഫിന്റെ ഇതൊന്ന് പറയാമോ? അതായത് നമ്മുടെ ഹൈറാർക്കി ഒന്ന് പറയാമോ? പറയാം സാർ. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൺ ബിസിനസ് ഉണ്ട്, കുറച്ച് നമ്മുടേതാകുന്ന കുറെ ക്ലയൻസ് ഉണ്ട്. അവരുടെ ഇൻഷുറൻസ് അത് ശരിക്കും നമ്മൾ ടെലികോളേഴ്സും നമ്മുടെ ടീമും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കൂടാതെ നമ്മൾ കേരളത്തിൽ നമ്മളൊരു 10-100 ചില്ലാന ഏജൻസുമായിട്ട് അസോസിയേറ്റ് ഉണ്ട്. അവരുടെ ബിസിനസ് നമ്മൾ പെർ ഡേ അപ്പൊ തന്നെ ഇൻഷുറൻസ് ഇത് കൊടുത്തിട്ട് കമ്മീഷൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് വാങ്ങി അവർക്ക് പോളിസി ഇഷ്യൂ ചെയ്യുക. ഇതാണ് നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ ബിസിനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലാണ്. പലപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാർജിൻ ചെറിയ മാർജിൻ 1% പോലും പലപ്പോഴും പറ്റില്ല. ചിലപ്പോ 0.5 മാർജിൻ ഇട്ടിട്ട് പെർ ഡേ ഇങ്ങനെ പോവാണ്. ഇതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം. ഇവിടെയും ശരിക്കും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി കളഞ്ഞു എല്ലാവരെയും. മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്ത് കച്ചവടം ചെയ്യും. പക്ഷെ ഒരിക്കലും കസ്റ്റമർ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഡിസ്കൗണ്ട്. പക്ഷെ നമ്മൾ ആദ്യമേ കയറി കസ്റ്റമറോട് പറയും, സാർ ഇന്നതാണ് പ്രീമിയം, ഞങ്ങൾക്ക് ഇത്രയും തന്നാൽ മതി. ഏതാ നമ്മുടെ പോക്കറ്റിൽ നമുക്ക് കിട്ടേണ്ട നമ്മുടെ കാശാണ് കൊടുക്കുന്നത്. അതൊരു വലിയ പ്രോബ്ലമാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ. ഓക്കെ. നമ്മുടെ ബ്രാൻഡ് എന്തായിരുന്നു? ബ്രാൻഡോ? ആ. സാർ നമ്മൾ സാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ കമ്പനിയുടെ പേര് വെനിസ്കോ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പേര്. ഓക്കെ. നമ്മൾ ചെയ്യുന്നത് പോളിസി ബസാറ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ദേക്കോ, റിന്യൂ ബൈ തുടങ്ങിയിട്ടുള്ള ഇൻഷുറൻസ് ബ്രോക്കേഴ്സും, അതുപോലെ കൂടാതെ നമ്മുടെ ഓൺ കോഡുകളും ഉണ്ട്. നമ്മുടേതാകുന്ന കുറച്ച് ഫ്യൂച്ചർ എൻറാലി, HDFC ഉർഗോ, ലിബർട്ടി ജനറൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ, അങ്ങനെ കുറച്ച് ഓൺ കോഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ പ്രീമിയം ശരിക്കും ജനറൽ ഇൻഷുറൻസ് പ്രീമിയം കളക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ. മീഡിയേറ്റേഴ്സ് ആണ്. ഇടയ്ക്ക് നിന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു 1-2% മാർജിൻ മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കി ഒന്നെങ്കിൽ കസ്റ്റമർക്ക് അല്ല ഏജന്റ് കൊടുക്കുക. അതിലൂടെ ഈ ഓഫീസ് റൺ ചെയ്ത് പോവുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ ഒരു വാല്യൂ അഡീഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് അടുത്ത ലെവലിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്താലേ പോകാൻ പറ്റുക? അടുത്ത ലെവലിലേക്ക് സാർ ഇതിന് തന്നെ ഇതിൻ്റെതാകുന്ന ഒരു സ്കോപ്പ് ഉണ്ട്. ശരിക്കും ഇതിനകത്ത് നമ്മളിപ്പോഴും ടാപ്പ് ചെയ്യാത്ത ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ല, ലോൺസ് നമ്മൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെതാകുന്ന ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ്. പക്ഷെ അത് എന്തുകൊണ്ടോ രാവിലെ വന്ന് ഇതിനകത്ത് നമ്മൾ കുത്തിയിരിക്കും, ചെയ്യണമെന്നൊക്കെ സാറ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ രാത്രിയൊക്കെ എഴുതി വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ബലത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞ് വൈകുന്നേരം 7-7:30 ആകുമ്പോൾ നോക്കുമ്പോൾ ടൈം ആകുന്നു, വീട്ടിൽ പോകാൻ സമയം. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ. ഓക്കെ, മനസ്സിലായി. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് വന്നിട്ട് ഈ പ്രൊഡക്ടിവിറ്റി ഒരു പ്രശ്നമാണ് അല്ലേ? അതെ അതെ സാർ, പ്രൊഡക്ടിവിറ്റി പ്രോബ്ലം ആണ്. പ്രൊഡക്ടിവിറ്റി ഒരു പ്രശ്നമാണ്. പക്ഷെ ബിസിനസ് കിട്ടുന്നുണ്ട്. പക്ഷെ സാർ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടം നമുക്ക് വലിയ അങ്ങനെ വലിയ ടാർഗറ്റിലേക്കൊന്നുമല്ല. നമുക്കൊരു നോർമലി നടന്നു പോവുക, ചെറുതായി ഇങ്ങനെ ഫ്ലോ ചെയ്യുക, അങ്ങനെ നമ്മൾ അതാണ് ആ മൈൻഡ് സെറ്റ് ആയിപ്പോയി. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ ആ മൈൻഡ് സെറ്റാ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു ചിന്ത. ഓക്കെ.
അരവിന്ദ് ബ്രേക്ക് എടുത്തിട്ട് എത്രയായി? കേട്ടില്ല. അരവിന്ദ് ഇതിൽ നിന്നും ബ്രേക്ക് എടുത്തിട്ട് എത്രയായി? അതായത് കംപ്ലീറ്റ് ഒരു എല്ലാം ഫോണെല്ലാം ഓഫ് ചെയ്ത് ഫാമിലിയോട് കൂടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് എത്രയായി? സാറേ അതെനിക്ക് പറ്റുന്നുണ്ട്. നമുക്ക് ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഫോൺ ഓഫ് ചെയ്തിട്ട് പോകാം. കാരണം ആസ് യൂഷ്വലി അത് അതിന്റെ നോർമലി ഇവിടെ ടീം അത് പെർഫെക്റ്റ് അവർ കൊണ്ടുപോയിക്കോളും. അതിൽ ഓക്കെ. പ്രശ്നമില്ല. നമ്മളൊരു എബ്രോഡൊക്കെ പോകുമ്പോൾ നോർമൽ ഫാമിലി അപ്പൊ അതിലൊന്നും പ്രശ്നമില്ല. 7-8 ദിവസം ഒക്കെ 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അപ്പോഴത്തേക്ക് ഇവിടെ വേറെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഓക്കെ. ആസ് യൂഷ്വൽ ഫിനാൻസും ഫണ്ടിങ്ങും ഒക്കെ അവർ മാനേജ് ചെയ്തോളും. ഓക്കെ. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ വരുന്ന ഒള്ളി ബ്രേക്ക് ഈവൻ ഉം. അതിലാണ് സംഭവം. ജസ്റ്റ് ഓക്കെ. നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് നമുക്ക് പോകില്ല. പഴയ നമ്മൾ ഉണ്ടാക്കി വെച്ച ആയ കാലത്ത് ഉണ്ടാക്കി വെച്ച ലൈബിലിറ്റി എല്ലാം നമുക്ക് സാർ എന്ന് പറഞ്ഞ പോലെ സാറിന്റെ കഥയുമായിട്ടൊക്കെ സാമ്യം ഇല്ലെങ്കിലും അതേപോലത്തെയാണ്. ആ ലൈബിലിറ്റി സൈഡ് ഉണ്ട്. അതിനെ ഒന്ന് കുറയ്ക്കാൻ പറ്റുന്നില്ല. കുറെ കുറച്ചു എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് കുറയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ഇപ്പൊ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ അരവിന്ദിന്റെ അടുത്ത് നേരെ ഇപ്പൊ ഇതൊന്നുമില്ല, നമ്മൾ വെബിനാർ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അരവിന്ദിനോട് പറയാണ്, ഞാനൊരു ബിസിനസ് കോച്ചാണ്, ഓക്കെ, എന്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യൂ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അരവിന്ദ് ജോയിൻ ചെയ്യുമോ? ചാൻസ് 99% കാണില്ല. കാണില്ല പക്ഷേ അല്ലേ? ഇതിന്റെ മൈൻഡ് സെറ്റ് വേറെയായിരുന്നു. കാരണം ഇപ്പൊ നമ്മുടെ മുന്നിൽ നമുക്ക് പുതിയ സാർ പറഞ്ഞ പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ സാധനം കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിലനിൽക്കില്ല. ഓക്കെ. ഞാൻ വെറും പഴഞ്ഞനായിട്ട് ഇവിടെ ആലപ്പുഴക്കാരനായിട്ട് അവിടെ ഇരിക്കും എവിടെയെങ്കിലും. ഓക്കെ. പക്ഷേ ഓക്കെ. സാറിന്റെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്തതും വന്നത്. സത്യം. ഓക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോ താങ്കളുടെ ഫീൽഡിൽ തന്നെ ഈ ഇപ്പോ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നമ്മൾ അറിവ് നൽകുന്നുണ്ടോ അത്രമാത്രം നമുക്ക് വാല്യൂ കൂടും. ശരിയല്ലേ? ഓക്കെ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. കേൾക്കുന്നു സാർ. എത്രമാത്രം അതായത് നമ്മളിപ്പോ നമ്മുടേതായിട്ടുള്ള ബ്രാൻഡ്, അരവിന്ദിന്റെ സ്ഥാപനത്തിന്റെ ബ്രാൻഡ്, അല്ലെങ്കിൽ അരവിന്ദ് എന്ന് പറയുന്ന, ഇപ്പൊ നിങ്ങളുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ അരവിന്ദ് ആണല്ലോ അല്ലെ? അരവിന്ദിന്റെ കൂടെ പാർട്ട്നേഴ്സ് ഉണ്ടോ, അല്ലെ അരവിന്ദാണോ പ്രൊപ്പറേറ്റർ? ഇതിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജ് ആണോ? ഡയറക്ടറെയാണ്. ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. എന്റെ മാനേജ് ഡയറക്ടർ ഞാനാണ്. ഓക്കെ. ഞാൻ തന്നെ അരവിന്ദാണ് ലീഡ് മാനേജ് ഡയറക്ടർ കമ്പനിയുടെ. ഓക്കെ. ഇപ്പൊ വേറെ ആരും ഇല്ല. ഓക്കെ. ഐ മീൻ വേറെ പാർട്ണർഷിപ്പ് അല്ലല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അരവിന്ദിന്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ബ്രാൻഡ് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ? ജസ്റ്റ് ഉള്ളി കുറച്ച് ആഡ് ജസ്റ്റ് എന്തെങ്കിലും കുറെ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യുന്നല്ല, നമ്മളൊന്നും ചെയ്തില്ല. ഇന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞാൽ എന്റെ ഫസ്റ്റ് വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്തു. ഉം. എന്തായിരുന്നു വീഡിയോ? സർ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1-2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്മയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ അവരെ വെച്ചിട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് എന്താണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ, എന്താണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കസ്റ്റമർക്ക് എന്തൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാവും, എന്താണ് അയാൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ വെച്ചിട്ടൊരു ചെറിയ വീഡിയോ. എത്ര മിനിറ്റ് ഉണ്ടാവും? ഫസ്റ്റ് വീഡിയോ. ഏഹ് അത് എത്ര മിനിറ്റ് സാർ ഉണ്ടാവും? അതെല്ലാം കൂടെ ഒരു 7-8 മിനിറ്റ് ഉണ്ട്. പക്ഷെ നമ്മളിതിപ്പോ പ്രൊഫഷണൽ ടീമിനെ കൊണ്ടാണ് ചെയ്യിച്ചത്. അപ്പൊ ഉം. അവരത് എഡിറ്റ് ചെയ്തിട്ട് റീൽസ് ആക്കാൻ എന്ന രീതിയിലാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. അതിലേക്കാണ് ഞാൻ വരുന്നുണ്ടായിരുന്നത്. അതായത് ഓക്കെ. ഇപ്പൊ ഏറ്റവും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അശ്വിനോ, ഓക്കെ. അതായത് ആരും തന്നെ പ്രോഡക്റ്റ് അല്ല വാങ്ങിക്കുന്നത്, നമ്മളെയാണ് വാങ്ങിക്കുന്നത്. ശരി. ശരിയാണല്ലോ? നമ്മളാണ് ഓക്കെ. വാങ്ങിക്കുന്നത്. ഇപ്പൊ ഓക്കെ. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ എന്ത് തന്നെ വലിയ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിലും എന്നെ കുറിച്ചിട്ടുള്ള മാർക്കറ്റിലെ അഭിപ്രായം വളരെ മോശമാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്ത് പ്രോഡക്റ്റ് ഒന്നുമില്ല, ചൈന എടുത്താണെങ്കിൽ ചൈനയുടെ ഇപ്പൊ സത്യം പറഞ്ഞ പുതിയ കാർ ഉണ്ടല്ലോ, കാർ സത്യത്തിൽ നല്ല കാറാണ്. പക്ഷെ ഓക്കെ. ആളുകളെ സംബന്ധിച്ചിടത്തോളം ചൈന പ്രോഡക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ചൈന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആളുകളുടെ വിചാരം അതിന് അത്രേ ക്വാളിറ്റി ഉള്ളൂ എന്നുള്ളതാണ് വിചാരം. ശരിയാണല്ലോ? അപ്പോ തീർച്ചയായിട്ടും. ആളുകൾ വാങ്ങിക്കുന്നത് സത്യത്തിൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ല, നമ്മളെയാണ് ആളുകൾ വിശ്വസിച്ച് വാങ്ങിക്കുന്നത്. അപ്പൊ ഓക്കെ. നമ്മൾ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡാണ് നമുക്ക് അവിടെ ഡെവലപ്പ് എടുക്കേണ്ട ആവശ്യം വരുന്നത്. ഓ. മനസ്സിലായിരുന്നല്ലോ? നമ്മളാണ് ഓക്കെ. ഒരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ പാലക്കാട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഓക്കെ. പാലക്കാട് ഒരുപാട്, എവിടെ സ്ഥലം എവിടെ ആയിരുന്നു? തൃശ്ശൂരാണോ? ഞാൻ ആലപ്പുഴ. ആലപ്പുഴ. പാലക്കാട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ ഒരു ഹരിഹരപുത്ര എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. ഓക്കെ. ഓക്കെ. അവിടെ വന്നിട്ട് എല്ലാവരുടെയും ജിലേബിക്ക് 20 രൂപ 25 രൂപയിലാണെങ്കിൽ അവിടെ ജിലേബിയുടെ വില എന്ന് പറയുന്നത് 40 രൂപയാണ്. ഓക്കെ. ഓക്കെ. ഒരു ജിലേബിക്ക്. ഓക്കെ. അതേമാതിരി ഒരു മൈസൂർ പാക്കിന് 38 രൂപ 40 രൂപയാണ് വില. ഓക്കെ. അത് ഒരു രാവിലെ ഒരു 11 മണിക്ക് പോയാലേ കിട്ടൂ. ഓക്കെ. 11 മണിക്ക് തൊട്ടിട്ട് ഒരു 1-1:30 മണിയാകുമ്പോഴത്തേക്ക് ആ സ്റ്റോക്ക് ഫുള്ള് തീർന്നു പോകും. ഓക്കെ. ഓക്കെ. അതെന്താ വെച്ചാൽ അവിടെ അവരുടെ
ആ ആംബിയൻസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആരും വാങ്ങിക്കൊന്നുമില്ല. ആ ഒരു പഴഞ്ചൻ ഇതാണ്. പക്ഷേ ഓക്കെ അവിടെ ആ ഒരു ബ്രാൻഡ് നെയിം ഹരിഹരപുത്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നാളെ ഈ ജിലേബിക്കല്ല വേറെ എന്ത് സാധനം കൊണ്ട് വെച്ചാലും ആളുകൾ പോയിട്ട് വാങ്ങിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് ആ ഒരു ബ്രാൻഡ് അവിടെ അവര് വളർത്തിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇപ്പോ അരവിന്ദ് പറഞ്ഞ ഇഷ്യൂ സത്യത്തിൽ പറയുകയാണെങ്കിൽ എവറിത്തിങ് ബോയിൽസ് ഡൗൺ ടു വൺ തിങ്, ദാറ്റ് ഈസ് നമ്മള് കോമ്പറ്റീഷൻസ് എല്ലാം ഒരുപാടുണ്ട്. നമ്മളെ കോമ്പറ്റീറ്റേഴ്സും തമ്മിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ യാതൊരു വിധത്തിലും നമ്മൾ USP അവിടെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടില്ല. ശരിയല്ലേ? നമ്മൾ എല്ലാവരും ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടേതായിട്ടുള്ള ഒരു ഇത് പറയില്ല, എന്താ പറയാ, ഒരു ബെഞ്ച് മാർക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാൽപ്പാടുകൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ആ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും യുണീക്ക് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറയാനില്ല. കാരണം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ട്രഡീഷണൽ വേയിലൂടെ പോകുന്നതല്ലാതെ ഓക്കെ, അഡീഷണൽ ഒന്നും നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അത് തന്നെ ആവട്ടെ നമ്മുടെ ഫോക്കസ്. അരവിന്ദനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് അത് തന്നെ ആവട്ടെ. അതായത് ലെറ്റസ് ക്രിയേറ്റ് സം യുണീക്നെസ് ഇൻ ദ സെൻസ്, അതായത് ഈ ഫീൽഡിൽ അധികവും ആരും തന്നെ കാര്യമായിട്ട് എന്താ പറയാ, എല്ലാം ഞാൻ അത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസിനെ പറ്റിയിട്ടും ഒരുപാടെല്ലാം പറയുന്നുണ്ടെങ്കിലും എന്താ പറയുക, ഈ അൺസെല്ലിങ് ചെയ്യുന്ന ആളുകൾ കുറവാണ്. ശരിയല്ലേ? ഓക്കെ അൺസെല്ലിങ് ചെയ്യുന്ന ആളുകൾ കുറവാണ്. അതായത് സത്യത്തിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ എടുത്തു കഴിഞ്ഞിട്ട് ക്ലെയിമിന് പോകുമ്പോഴായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ടാവുക. ശരിയാണല്ലോ അല്ലേ? ഉണ്ട് ഉണ്ട്. അപ്പോ ആ നമുക്ക് ആ ഒരു ഏരിയ തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് മാത്രമല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് അരവിന്ദ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു എന്താ പറയാ, ആ ഒരു ലെഗസി എന്നുള്ള സംഭവം കൂടി ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഓക്കെ അത് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിന്റെ ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു വീഡിയോ ചെയ്തു ഒരു 5-6 ദിവസത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യാതൊരു വിധമായ ഇമ്പാക്റ്റും ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അൽഗോരിതം വർക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും ഒരു വീഡിയോ ചെയ്യുമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഗൂഗിളിനോ യൂട്യൂബിനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനോ മനസ്സിലാവും ഇദ്ദേഹം സീരിയസ് ആണ് എന്നുള്ളത്. ഓക്കെ ഓക്കെ, നമ്മൾ 4-5 വീഡിയോ ചെയ്തു, അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് 4-5 പിന്നെ ഒരു വീഡിയോ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ അൽഗോരിതം എന്ത് വിചാരിക്കുന്ന വെച്ചാൽ ഹീസ് നോട്ട് സീരിയസ്. ഓക്കെ, അതായത് ഓക്കെ ഇയാളെന്തോ വരുന്ന സമയത്ത് ഒന്ന് ചെയ്തിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ വിചാരിക്കും. അതിന് പകരം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് കലണ്ടർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കണ്ടന്റ് കലണ്ടർ എന്ന് വെച്ചാൽ അത് ഇപ്പൊ ഇന്ന് 22-ാം തീയതിയാണ്, ഒരു അടുത്ത 30 ദിവസത്തേക്ക് എന്ത് വീഡിയോസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കണ്ടന്റ് കലണ്ടർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായില്ലേ? ഓക്കെ അപ്പോ ഓക്കെ. നമ്മൾ ChatGPT ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, അത്യാവശ്യമില്ല. മറ്റേ ഇത് മാത്രം എന്തെങ്കിലുമൊക്കെ വല്ല അപൂർവങ്ങളിൽ സെർച്ചിങ്ങിന് മാത്രം ChatGPT ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, നമുക്കിപ്പോ ലൈവായിട്ട് തന്നെ ChatGPT-യിൽ ഒരു അടുത്ത 30 ദിവസത്തേക്കുള്ള കണ്ടന്റ് എടുത്തേക്കാം. ഓക്കെ 30 ദിവസത്തേക്കുള്ള കണ്ടന്റ് എടുത്തേക്കാം. ഓക്കെ, അതിനുള്ള ടോപ്പിക്കുകൾ. ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അരവിന്ദന് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. നിങ്ങൾ അതിൽ ഓക്കെ ഓൾറെഡി എക്സ്പേർട്ട് ആണ് അല്ലേ? അപ്പൊ ഒരു ഓക്കെ കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം, ഒരു മിനിറ്റ്. നമുക്ക് ഓരോ നേരത്തെ ഇത് ചെയ്യാം. ഓക്കെ. സാറേ പറഞ്ഞോ സാറേ, കേൾക്കാം. ഓക്കെ, ഓക്കെ, ഞാൻ ChatGPT ഓപ്പൺ ചെയ്യുന്നുണ്ട്. സാർ ഞാനൊന്ന് എന്റെ സിസ്റ്റത്തിൽ ഒന്ന് നോക്കട്ടെ സാറേ. ഓക്കെ, ആദ്യം ഒന്ന് കണ്ടോളൂ എന്നിട്ട് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ChatGPT എപ്പോഴും ലോഗിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇല്ല 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 ഇല്ല. ഓക്കെ, അപ്പോ ആ, ഇപ്പൊ ഞാൻ ഒരു ഇത് ChatGPT നമുക്ക് വളരെയധികം നമ്മുടെ ബിസിനസിനെ വളർത്താൻ വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് ChatGPT. ഓക്കെ, ഓക്കെ അതെ. അപ്പോ അത് ഇതിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ആ, നമ്മുടെ ബിസിനസ് നമ്മുടെ ജനറൽ ഇൻഷുറൻസ് ആണ് അല്ലേ? ജനറൽ ഇൻഷുറൻസ്. ഓക്കെ, ജനറൽ ഇൻഷുറൻസ് അത് നമ്മുടെ ക്ലയൻസ് ആരായിട്ടാ വരിക? അതായത് കാണുന്നുണ്ടോ, സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാറേ. എനിക്ക് ഇത്രയും കൂടെ സാറേ വലുതാക്കണം ഇതിനകത്ത് അല്ലേ? കുറച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഇതിലൊന്ന് ലോഗിൻ ചെയ്യാം സാറേ. ഇതാ ഇപ്പൊ കാണുന്നുണ്ടോ? ലാപ്പിലൊന്ന് ലോഗിൻ ചെയ്യാം സാർ. ലാപ്പിൽ ലാപ്പിൽ ജോയിൻ ചെയ്താൽ വളരെ നന്നായിരുന്നു. ഒരു സെക്കൻഡ് സാർ, ജസ്റ്റ് മിനിറ്റ് സാർ പ്ലീസ്. യാ 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 30 minutes, just a minute sir please. യെസ്, ഷുവർ ഷുവർ, ടേക്ക് യുവർ ടൈം. Okay.
വിധു, സാറേ കേൾക്കാമോ? ആ കേൾക്കാം. അപ്പൊ മറ്റേത് ക്ലോസ് ചെയ്തോളൂ. ക്ലോസ് ചെയ്തു സാർ. ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ക്ലോസ് ചെയ്തു. ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട്. സാർ എന്റെ കണ്ണാടി കൂടെ എടുത്തോളൂ, ഒരു മിനിറ്റ് ഷുവർ പ്ലീസ്. ഷുവർ 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 ഷുവർ. ഓക്കെ, അപ്പോ നമുക്ക് കൈയോടെ തന്നെ ചെയ്യാം. ഓക്കെ സാർ. സാർ ഇത് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലേ സാർ ഇത്? ഇത് പിന്നെ ഫ്രീ ഉണ്ട്, പെയ്ഡും ഉണ്ട്. തുടക്കത്തിൽ ഫ്രീ എടുത്താൽ ഞാൻ എടുത്തിരിക്കുന്നത് പെയ്ഡ് ആണ്. പെയ്ഡ് ആകുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. $20 പെർ മന്ത് വരും. ഓക്കെ, പക്ഷെ തുടക്കത്തിൽ ഫ്രീ എടുത്താൽ മതി. ഓക്കെ സാർ. തുടക്കത്തിൽ ഫ്രീ എടുത്താൽ മതി. അതായത് ഇതിന്റെ ചാറ്റ് ജിപിടിന്റെ ലിങ്ക് ഉണ്ടോ, അല്ലെ ലിങ്ക് അയച്ചു തരണോ? സാറിനൊന്ന് അയച്ചു തരണം പ്ലീസ്. ഓക്കെ, റൈറ്റ്. അത് ലിങ്ക് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. ഓക്കെ, ഓക്കെ സാർ. അപ്പോ ഇതിൽ നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കൊടുക്കുന്ന, ഓക്കെ, ഇതിൽ മൈ നെയിം ഈസ് എന്ന് കൊടുക്കുന്നതിന് പകരം എന്താ പറയാ, ഇപ്പൊ അരവിന്ദിന്റെ പേരാ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ കൊടുക്കുമ്പോൾ മൈ നെയിം എന്ന് കൊടുത്താൽ മതി. നമ്മൾ ഓൺലൈനിലൂടെ നമ്മൾ ആലപ്പുഴ മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്, അല്ല എല്ലാവിടെയും ഉണ്ടോ? കേരള ഫുള്ള്. കേരള ഫുൾ ഉണ്ട്. ഓക്കെ, ഓക്കെ. ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പെയിൻ പോയിന്റ് എന്താണെന്ന് അറിയാമോ? സർവീസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സർവീസ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഞാൻ ചാറ്റ് ജിപിടിയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഫീൽഡിലുള്ള മേജർ ആയിട്ടുള്ള പെയിൻ പോയിന്റ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് 30 ദിവസത്തേക്ക് വീഡിയോ ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇത് ചെയ്യാമോ, ഒരു കണ്ടന്റും ടോപ്പിക് എല്ലാം തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഭവം ഉത്തരം തന്നു കഴിഞ്ഞു. ഓക്കെ, ഉത്തരം തന്നു കഴിഞ്ഞു. വരുന്ന കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇത് ആക്ച്വലി 30 ദിവസത്തേക്കുള്ള കണ്ടന്റ്സ്. ഇൻഫാക്ട് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ മനസ്സിലായി. എന്തിനാണ് ഇൻഷുറൻസ് എന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിക്കൊണ്ടുള്ള ഇത് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. സോ ഇത് വന്ന ഉടനെ ഞാൻ പറയാം. ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടോ എന്നൊന്ന് പറയണേ. ഓക്കെ.
ഇത് ഇന്ത്യയിൽ ഇൻഷുറൻസ് സെക്ടറിലുള്ള ഇഷ്യൂസ് ആണ് ചാറ്റ് ജി പി ടി കണ്ടുപിടിച്ച് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 30 ദിവസത്തേക്കുള്ള വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുക, ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യത്തെ ഡേ 1, വൈ ഇൻഷുറൻസ് ഫീൽസ് ലൈക്ക് എ ബർഡൻ. പലരും അതായത് ഇതൊരു വിഷയമാണ്. പലർക്ക് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എന്താ ഇൻഷുറൻസ് എന്നുള്ളതിൽ. അപ്പൊ അതിന് എങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോൾ തുടങ്ങേണ്ടത് എന്നുള്ളടക്കം ഇത് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ബൈയിങ് ഇൻഷുറൻസ് ഈസ് ലൈക്ക് എ റെയിൻ കോട്ട്, യു നെവർ തിങ്ക് അബൌട്ട് അൺടിൽ ഇറ്റ് റെയിൻസ്. അതായത് നമ്മൾ മഴ പെയ്യുന്നവരെ നമ്മൾ റെയിൻ കോട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ലല്ലോ, മഴ പെയ്യുമ്പോഴല്ലേ ആലോചിക്കുള്ളൂ. അതുപോലെയാണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ പറയുന്നുണ്ട്, എന്ത് ഇമോഷണൽ ഷോക്ക് കൊടുത്താലാണ് ആളുകൾക്ക് താല്പര്യം വരിക എന്നുള്ളത്. മനസ്സിലല്ലേ? അതായത് ഇങ്ങനെ പറഞ്ഞോട് പറയാം, വാട്ട് ഇഫ് യു സ്റ്റെപ്പ് ഔട്ട് ഓൺ ദ വൺ റെയിനി ഡേ വിത്തൗട്ട് ഇറ്റ്. ഒരു പെട്ടെന്ന് ഒരു മഴക്കോട്ടില്ലാതെ നിങ്ങൾ മഴയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അടുത്ത് പറയുന്നത്, നമുക്ക് ഒരു പ്രശ്നങ്ങൾ വരുന്നത് വരെ നമുക്ക് ഇൻഷുറൻസിനോട് നമുക്ക് പുച്ഛമായിരിക്കും, നമുക്ക് എന്തിനാ ഇൻഷുറൻസിന് തോന്നലായിരിക്കും. ഓക്കെ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്നുള്ളത്, അത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ലൈഫ് ലൈൻ ആണ്, അല്ലാതെ ഒരു ബർഡൻ അല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറയാൻ പറയുന്നത്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ അടുത്ത ജനങ്ങളുടെ ഒരു പേടി ഈ എക്സ്പെൻസീവ് ആണ്, പ്രീമിയം കുറച്ച് കൂടുതലാണെന്നുള്ളൊരു പേടി. ഇതെല്ലാം മാർക്കറ്റിൽ ഉണ്ടെന്നാണ് ചാറ്റ് ജി പി ടി പറയുന്നത്, ഇന്ത്യൻ മാർക്കറ്റിൽ. ഓക്കെ, ശരിയാണോന്ന് അരവിന്ദ് ഒന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേമാതിരി ഈ പോളിസി എടുക്കാൻ പോകുമ്പോൾ ആ സമയത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അതിന്റെ ഒരു തട്ടിപ്പുണ്ടല്ലോ, ഏത് ആ പോളിസിന്റെ ഒരു ഫൈൻ പ്രിന്റ്സ്, അതൊരാൾക്കാർക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, പിന്നെ ഈ ഇതേപോലെ ഫ്രോഡുലന്റ് ക്ലെയിംസ്, അതായത് ഞാൻ നിങ്ങൾക്ക് 10 കൊല്ലം കഴിഞ്ഞ് അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം എന്ന് പറയുന്നത്, ഇതും ഈ മാർക്കറ്റിലുണ്ട്. ശരിയല്ലേ? പിന്നെ അതേമാതിരി ഇൻഷുറൻസ് എന്താ പറയാ, ആളുകളുടെ വിചാരം ഇൻഷുറൻസ് കാറിന് മാത്രം ഇൻഷുറൻസ് എടുത്താൽ മതി എന്നുള്ളതാണ് ഒരു വിചാരം. അതൊരു പ്രശ്നം. ഓക്കെ, അതേമാതിരി ഈ ക്ലെയിംസിന് പോയി കഴിഞ്ഞാൽ റിജക്ട് ആയി പോകും എന്നുള്ള ആ ഒരു ഇത് ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഒരു ക്ലെയിം ആയിട്ട് പോകുമ്പോൾ അവിടെ അതും പറഞ്ഞിട്ട് റിജക്ട് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നം. ഓക്കെ, അതേപോലെ ഹെൽത്ത് എമർജൻസീസിൽ പോയി കഴിഞ്ഞാൽ അതേമാതിരി ഈ മിസ്കൺസംഷൻസ്, ആൾക്കാർക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. ആ മിസ്കൺസംഷൻസ് ഇതേമാതിരി അതേമാതിരി ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ് ബെനിഫിറ്റ്, എല്ലാ ഓരോ കാര്യത്തെ കുറിച്ചിട്ടും ചാറ്റ് ജി പി ടി വ്യക്തമായിട്ട് എന്ത് തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി നമ്മുടെ ഈ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഡെവലപ്പ് ചെയ്തെടുത്ത ഫ്രെയിം വർക്കാണ്. വളരെ എന്താ പറയുക, വളരെ എന്താ പറയുക, പ്രശസ്തമായിട്ടുള്ള ഫ്രെയിം വർക്കാണ്. ഇതിന്റെ മെന്ററിനെ അടുത്താണ് അത്. നമ്മൾ ISF ഫ്രെയിം വർക്ക് എന്നാണ് പറയുക. അതായത് ഈ മെറ്റഫോർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്കറിയാലോ, ബിസിനസ്സിൽ ഞാൻ പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞതിന്റെ ആവശ്യമില്ല, സ്റ്റോറി ടെല്ലിങ്ങിനാണ് എപ്പോഴും പവർ ഉള്ളത്. ശരിയല്ലേ? അപ്പൊ നമ്മളൊരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ അല്ലെങ്കിൽ ഹുക്ക് പോയിന്റ്സ് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ ആളുകൾക്ക് തീർച്ചയായിട്ടും നേരിട്ടായാലും വീഡിയോയിലൂടെ ആയാലും ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം വരും. ശരിയല്ലേ? അപ്പൊ അതിനുശേഷം എന്താണ് ഇമോഷൻ, ആ ഒരു ഹുക്ക്, ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ തുടർച്ചയായിട്ട് നമ്മൾ 30 days അങ്ങനെ ഓരോ 30 ദിവസം കൂടുമ്പോൾ ഇത് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്ത് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഒരു മാക്സിമം ഒരു 3 months ആവുമ്പോഴേക്കും ഇവിടെ കസ്റ്റമർ അല്ല, നമ്മൾ അങ്ങോട്ടേക്കല്ല കസ്റ്റമർ വിളിക്കുന്ന സ്ഥിതിവിശേഷം വരിക, കസ്റ്റമർ ഇങ്ങോട്ടേക്ക് വിളിക്കുന്ന സ്ഥിതിവിശേഷം വരും. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും നല്ല രീതിയിൽ. ഓക്കെ, അങ്ങനത്തെ പല കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ മാർബിൾസ് ഉണ്ട്, സുരഭി മാർബിൾസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എത്രയോ മാർബിൾസ് ഷോപ്പുകളുണ്ട്, മാർബിൾസിന്റെ വലിയ വലിയ കടകളുണ്ട്. ഇദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ദിവസവും അദ്ദേഹം മാർബിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത് പോസ്റ്റ് ചെയ്യും യൂട്യൂബിൽ. ഓക്കെ, അങ്ങനെ ഇപ്പൊ അദ്ദേഹത്തിന് കുറച്ചു കാലം അദ്ദേഹം തുടങ്ങിയിട്ട് ഇപ്പൊ 4 കൊല്ലത്തോളായി. ഇപ്പൊ അദ്ദേഹത്തിന് മോർ ദാൻ 5 ലക്ഷമോ 10 ലക്ഷമോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇദ്ദേഹം ഒരിക്കലും ഇദ്ദേഹം കസ്റ്റമറെ തേടി പോവാറില്ല. ഇത് മാർബിൾസ് വേണമെന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, മാർബിൾ ഉണ്ട്, ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തോളൂ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ മാർബിൾ ഉണ്ട്,
മാർബിൾ വന്നിട്ട് നിങ്ങൾക്ക് എന്താ ഈ ഇന്ന പർപ്പസിന് ഉപയോഗിക്കാം, ഇന്ന സ്ഥലത്ത് നിന്ന് വന്നാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓരോ പ്രാവശ്യം വീഡിയോ ഇടുമ്പോൾ അദ്ദേഹം അതിന് താഴെ തന്നെ ഒരു ഗൂഗിൾ ഫോം അല്ലെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കും, കോൺടാക്ട് നമ്പർ കൊടുക്കും. ആൾക്കാർ പല കേരളത്തിന്റെ അല്ലെങ്കിൽ തമിഴ്നാട്ടിന്റെ പല ഭാഗത്തിൽ നിന്നും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറയും, എനിക്ക് മാർബിൾ വേണം, ഇന്ന മാർബിൾ നിങ്ങൾ ഇന്ന വീഡിയോയിൽ പറഞ്ഞ് ഇന്ന മാർബിൾ വേണം, എനിക്ക് എത്തിക്കാൻ പറ്റുമെന്ന്. അവിടെ പ്രൈസ് നെഗോഷിയേഷൻ വരുന്നില്ല, ഡിസ്കഷൻ വരുന്നില്ല, ഇദ്ദേഹം അങ്ങോട്ടേക്ക് വിളിക്കുന്നില്ല. അതായത് ഇപ്പൊ അരവിന്ദൻ തന്നെ അറിയാലോ, ഇപ്പൊ അരവിന്ദൻ പോളിസി വേണോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസും എനിക്ക് പോളിസി വേണം എന്ന് പറഞ്ഞ് അരവിന്ദനെ വിളിക്കുമ്പോഴുള്ള റെസ്പോൺസും വേറെയാണല്ലോ. ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്, രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞത് എന്റെ സുഹൃത്തും കൂടിയാണ്, റീംസ് ബാസ്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അവർ തിരുവനന്തപുരത്താണ്. അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഗാർഡൻ ഇല്ല, ഗാർഡൻ ആയിട്ട് ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിന്റെ കംപ്ലീറ്റ് ഇത് സെയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അവരെന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം അവർ ഫ്ലവേഴ്സ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാലും അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യും. ഓക്കെ, ആ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോന്റെ താഴത്ത് തന്നെ അവരെന്ത് ചെയ്യും, ഇതിന്റെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കും. ഓക്കെ, ആ ഗൂഗിൾ ഫോം എന്തിനാണെന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടിട്ട്, ഇപ്പൊ ഞാൻ ആ വീഡിയോ കാണുന്നു, റീംസ് എന്നാണ് പേര്, റീംസ് ഗാർഡൻ ബാസ്കറ്റ് എന്നാണ് അതിന്റെ പേര്, യൂട്യൂബിന്റെ ചാനലിന്റെ പേരും. അതിനകത്തേക്ക് പോയിട്ട് നമ്മളായത് ആ ഗൂഗിൾ ഫോമിൽ നമ്മളാണ് ഫില്ല് ചെയ്യുന്നത്. അവരെല്ലാം ചോദിക്കുന്നത് അത് പൂ വേണം, ചെടി വേണമെന്ന് നമ്മൾ അങ്ങോട്ടാണ് ചോദിക്കുന്നത്. ആ ഫോമെല്ലാം ഫില്ല് ചെയ്തിട്ട് ഓക്കെ ഇതിന്റെ എന്താണ് ഇന്നതാണ് ആവശ്യം, ഇന്ന് ആ പേയ്മെന്റിന്റെ ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സൗകര്യമുള്ളപ്പോൾ അയച്ചു തരും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? അതായത് അവരുടെ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ സെയിലാണ് നടക്കുന്നത്. മനസ്സിലായില്ല? അവരുടെ എല്ലാവർക്കും പ്രശ്നം ബിസിനസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പല ഗാർഡൻ നഴ്സറീസിന്റെ എല്ലാം പ്രശ്നം ബിസിനസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 24 അവൾ ഇരിക്കാൻ സമയമില്ല, അത് ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായിരുന്നില്ലേ? ഇപ്പൊ ഇതേപോലെ തന്നെയാണ് ഞാൻ നമ്മുടെ കാര്യത്തിലേക്കും വരുന്നത്. അത് ഫിനാൻഷ്യൽ പ്രോഡക്റ്റ്. ഇപ്പൊ നിങ്ങൾ നാളെ യു കെൻ എക്സ്പാൻഡ് ടു അതർ മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടോ, അല്ല ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് സാർ. ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതെ, പുതിയ പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഇപ്പോഴത്തെ യങ് ജനറേഷൻ എടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാം SAP-യോടും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനോടെല്ലാം ഭയങ്കര താല്പര്യം വരുന്നുണ്ട്. മോനിൽ ഇപ്പൊ തന്നെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ബാംഗ്ലൂർ ഇപ്പൊ തന്നെ SAP ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോ നമ്മൾ ഇപ്പൊ തൊട്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോ ഇത് റിലേറ്റഡ് ആയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ദിവസം ഇപ്പൊ ഞാനെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാസത്തിൽ 2 ദിവസം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് റൂം എടുക്കും, ഹോട്ടലിൽ റൂം എടുക്കും. ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് 2 ദിവസം ഒരു മാക്സിമം വീഡിയോ എന്ത് ചെയ്ത് റെക്കോർഡ് ചെയ്താലേ. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, നല്ല ആംബിയൻസും ആയിരിക്കും. ആ വീഡിയോ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് അതങ്ങോട്ട് നമുക്ക് പ്രൊഫഷണൽ എഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ നമുക്ക് അതിനോട്ട് സമയം ചെലവാക്കാൻ ഇല്ലെങ്കിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തരാൻ പറയാം. എന്നിട്ട് ടൈം ഉണ്ടോ സാർ? എത്ര മിനിറ്റ് അങ്ങനെ വല്ലതും ഉണ്ടോ? ആണെങ്കിൽ 1 മിനിറ്റ്. റീൽസ് ആണ് 1 മിനിറ്റ്. റീൽസും യൂട്യൂബ് ഷോർട്സും ആണെങ്കിൽ 1 മിനിറ്റ് ആണ്. ഇപ്പൊ യൂട്യൂബ് ഷോർട്സ് പുതിയ ഇത് പ്രകാരം 3 മിനിറ്റ് വരെ പോകാമെന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇന്ത്യയിലെ വരുന്നേ ഉള്ളൂ 3 മിനിറ്റ്, പക്ഷെ 1 മിനിറ്റ് തന്നെയാണ് ഇപ്പോഴും. ഓക്കെ. അപ്പൊ അതായത് ഒരാഴ്ചയിൽ 6 ദിവസം ഈ 1 മിനിറ്റ് വീഡിയോയും ആഴ്ചയിൽ 1 ദിവസം യൂട്യൂബിന് ഒരു 7 മുതൽ 10 മിനിറ്റിനകത്തേക്ക് വരുന്ന ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ. അതായത് പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്തുകൊണ്ട് കാര്യമായിട്ട് തന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് അഡ്രസ് ചെയ്തിട്ട് ഒരു വീഡിയോ അതിന്റെ താഴത്ത് തന്നെ എല്ലാ വീഡിയോസിന്റെ താഴത്ത് താങ്കളുടെ കോണ്ടാക്ട് വാട്സപ്പ് നമ്പറും അതേപോലെ ഇത് കൊടുക്കുക. ഓക്കെ, ആ രീതിയിൽ ചെയ്തു വരുമ്പോൾ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്ത് വരുമ്പോൾ ആദ്യത്തെ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും, ആരും കാണുന്നുണ്ടാവില്ല, 1-2 ആൾക്കാർക്ക് കാണുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊന്നും കാര്യമില്ല. പക്ഷെ ഒരു 3 മാസം ആവുമ്പോഴേക്കും നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ 3 മാസം ആവുമ്പോഴേക്കും നമ്മളുടെ അടുക്കൽ ഇങ്ങോട്ടേക്ക് ആളുകൾ അന്വേഷിച്ചു വരും. മനസ്സിലല്ലേ? സോ അപ്പൊ ആ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അവരെ നിങ്ങൾക്ക് 1/2% കമ്മീഷൻ തരാന്ന് പറയേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. ശരിയാണല്ലോ? നമ്മുടെ കയ്യിൽ ഇത് പഴക്കി വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. അതായത് എന്താ പറയുക, ഞാൻ ഫിനാൻഷ്യൽ ഫീൽഡിൽ ഉണ്ടായിരുന്നതാണ്. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് കയറി പറയും, നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് ഞങ്ങൾ അടയ്ക്കുക, അല്ലെങ്കിൽ പകുതി കമ്മീഷൻ തരാന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ കസ്റ്റമർ നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പറയേണ്ട ആവശ്യമേ വരുന്നില്ല. മനസ്സിലായി സാറേ? ശരിയല്ലേ? ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1.
പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ കാലൻഡ്ലി എന്നുള്ള ആണ് ആപ്ലിക്കേഷൻ. ഓക്കെ. ഇപ്പൊ ആക്ച്വലി നമ്മൾ നോട്ട് റീച്ചബിൾ ആകുമ്പോൾ അല്ലേ നമ്മൾ വാല്യൂ കൂടുക. തീർച്ചയായിട്ടും നമ്മൾ ശരിയാണല്ലോ. തപ്പിയിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വാല്യൂള്ള ആളാണ്. വാല്യൂബിൾ ആളാവും. അത് ശരിയല്ലേ? അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പൊ തന്നെ അതെല്ലാം ചെയ്യണം ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. ഓക്കെ. ഫോൺ ഓക്കെ കോൾസ് അറ്റൻഡ് ചെയ്യാറേ ഇല്ല. ഓക്കെ. എന്തുണ്ടെങ്കിലും അത് വേണമെങ്കിൽ അവർക്ക് വാട്സപ്പിലൂടെ വോയിസ് അയക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്താ മെസ്സേജ് അയക്കാം. ഓക്കെ. നമ്മളത് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കും, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വിളിക്കും. ആ രീതിയിലാണ്. ഓക്കെ. ഇപ്പൊ അരവിന്ദൻ എന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ആ വേണ്ടിയിട്ട്. ഓക്കെ. ആ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. അത് കൂടാതെ ഞാൻ ചെയ്യുന്ന കാര്യം, ആർക്കെങ്കിലും എന്നോട് മീറ്റ് ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാലൻഡ്ലി എന്ന് പറയുന്ന ഈ ആപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുക്കും. ഓക്കെ അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതില് സ്ലോട്ടുകൾ ഏതൊക്കെയാണ് അവൈലബിൾ എന്നുള്ള അതിൽ തന്നെ കാണിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കായാലും എന്താ തോന്നുന്നത്, ഇയാൾ കുറച്ച് പ്രൊഫഷണൽ ആണ്. ഓക്കെ. അതേപോലെ ഇന്ന സമയമാണ് കൃത്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ഇപ്പോ വഴി കൂടെ പോകുന്ന ഒരുത്തൻ കയറി വരും. അരവിന്ദല്ല, ഒന്ന് പോയി കണ്ടിട്ട് വരും. ഞാൻ ഇപ്പൊ എനിക്കൊരു അരമണിക്കൂർ ഇപ്പൊ എനിക്ക് ഈ പ്രശ്നം ഞാൻ ഫേസ് ചെയ്ത ഒരാളാണ്. വെറുതെ വന്ന് കയറിയിരിക്കുക, നമ്മളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കില്ല, കഥ പറയാൻ വരും. അത് പറയാൻ പറ്റും. അതായത് ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ. എന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറയും. എന്താ ചെയ്യാ? അടുത്ത അരവിന്ദൻ ഓഫീസിൽ ശരി, നമുക്കൊന്ന് അവിടെ പോയി വർത്താനം വന്നിരിക്കാം. ഇതേ സംഭവം, ഈ സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. ശരിയാണല്ലോ. തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് കാണണം, എന്താണ് മീറ്റ് ചെയ്യണമെന്നുണ്ടോ വിളിച്ചിട്ട് മാത്രം വരിക, അല്ലെങ്കിൽ കാലണ്ടറിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുക. ആ അപ്പോയിന്റ്മെന്റിൽ പറയുന്ന ടൈമിൽ മാത്രം ഫിക്സ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇനീഷ്യലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇല്ലാന്ന് പറയുന്നില്ല. അയാൾക്ക് ജാടയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പലതെല്ലാം വരും. പക്ഷേ ഒരു 3 മാസം പോകുമ്പോഴേക്കും നമ്മുടെ തിരക്കുകളെല്ലാം പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ നമുക്ക് ഓരോ നേരത്തെ തരുന്നുണ്ട്. വീക്കിലി മീറ്റിംഗ്, ഓരോ വീക്കിലി മീറ്റിംഗിൽ എല്ലാ വീക്കിലി മീറ്റിംഗ് ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് വീക്കിലി മീറ്റിംഗ്. അത് ദയവ് ഓക്കെ ചെയ്ത് മിസ് ചെയ്യാതിരിക്കുക. അപ്പൊ അതിൽ തീർച്ചയായിട്ടും നമ്മളൊരു 4D മിക്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. 4D മിക്സ് എന്ന് പറയുന്നത് വേറൊന്നല്ല. അതായത് അരവിന്ദിന്റെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ചെയ്യേണ്ട ഒരു കാര്യം, രാവിലെ ഓഫീസിലേക്ക് വരുമ്പോ തൊട്ടിട്ട് വൈകുന്നേരം പോകുന്നത് വരെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ജോലി അതിൽ എഴുതാനുള്ളതാണ്. അത് ഓക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഒന്ന് സമയമുണ്ടല്ലോ. എനിക്ക് പിന്നെ ജസ്റ്റ് തീർച്ചയായിട്ടും അയ്യോ ജസ്റ്റ് കൊള്ളാം 4:30 എന്റെ അടുത്ത മീറ്റിംഗ്. നോ ഇഷ്യൂ. കാണിച്ചു തരാം. ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ശരിയല്ലേ? അയ്യോ അയ്യോ 100%. ഓക്കെ. ഇതാണ് സംഭവം. അതായത് ഓക്കെ കുറച്ചുകൂടി വലുതാക്കണോ? കാണുന്നുണ്ടോ? ആ കാണാൻ സാറേ. വർക്ക് ക്യാരിഡ് ഔട്ട് സ്റ്റാർട്ട് വർക്ക് ഫിനിഷ് ക്യാരിഡ് ഔട്ട്, ടോട്ടൽ. സ്റ്റാർട്ട്, ഫിനിഷ്, ടോട്ടൽ ടൈം. ഓക്കെ ഏറ്റവും പ്രധാനം ഈ കാണുന്ന ലാസ്റ്റ് കാണുന്ന 4 എണ്ണമാണ് ഏറ്റവും പ്രധാനം. ഓക്കെ. ഇപ്പോ ഡൂയിങ്, ഡിസൈഡിങ്, ഡെലിഗേറ്റിംഗ്, ഡിസൈനിങ്. ഓക്കെ ഓക്കെ. ആസ് എൻ ഓണ്ടർപ്രണർ, ആസ് എ ബിസിനസ് ഓണർ, ആസ് എ മാനേജിംഗ് ഡയറക്ടർ, ആക്ച്വലി നമ്മളുടെ സമയം ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടത് എവിടെയാണ്? ഈ ലാസ്റ്റ് കാണുന്ന ഡിസൈനിങ്ങിലാണ്. ഓക്കെ സാർ ഡിസൈനിങ് ഇൻ ദ സെൻസ്, അതായത് നമ്മൾ എന്തൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇറക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണ് നമുക്ക് കിടക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. ശരിയാണല്ലോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഈ ആദ്യത്തെ 2 തീർച്ചയായിട്ടും പണിയെടുക്കുക എന്ന് തന്നെയാണ് പണി. ബംഗാളി പോലെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ബംഗാളി പണിയാണ്. അല്ല, ശരിയല്ലേ? അല്ലേ? തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ എപ്പോൾ ഇങ്ങോട്ടേക്ക് മാറുന്നോ അപ്പൊ മാത്രമേ നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓ സാർ മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ ഡിസൈനിങ്ങിലേക്ക് മാറണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട എന്താണ്? നമ്മൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു അനാലിസിസ് നടത്തണം. ശരിയല്ലേ? അപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര മൊത്തം 13 പേരില്ലേ? 13 പേര്
ഓക്കെ 13. അപ്പൊ നമ്മൾ ഈ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതേപോലെ രാവിലെ തൊട്ട് വന്നത് തൊട്ടിട്ട് എല്ലാവരും കുറെ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണോ? No, no, sir, no problem. ഓക്കെ. ഇപ്പൊ കുറെ കാലമായിട്ട് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവരെല്ലാം നല്ലോണം അറിയുകയും ചെയ്യാം അരവിന്ദൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതേപോലെ ഇൻക്ലൂഡിങ് ആസ് എ ലീഡർ നിങ്ങൾ തൊട്ടിട്ട് നിങ്ങളുടെ താഴത്തുള്ള എല്ലാവരും തന്നെ ഒരു 7 ദിവസത്തേക്ക് ഈ ഷീറ്റ് ഫില്ല് ചെയ്യണം. Okay. ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അവസാനത്തെ 4 കോളങ്ങൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. Okay. ഇത് കംപ്ലീറ്റ് ഓരോ ഇങ്ങനെ 7 ദിവസവും ഫില്ല് ചെയ്യാം. ചെയ്യുന്ന Okay. ജോലികളെല്ലാം ഫില്ല് ചെയ്യാം. ഓക്കെ. എത്ര Okay. മണിയോട്ട് തുടങ്ങി എത്ര മണിക്ക് കഴിഞ്ഞു, അങ്ങനെ എത്ര സമയം എടുത്തു, അങ്ങനെ 7 ദിവസം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിയുമെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങോട്ട് ഇരിക്കുക ഒരു ദിവസം. Okay. ഒന്നിച്ചിരുന്നിട്ട് ഉദാഹരണത്തിന് ഇതിപ്പോ ഉദാഹരണത്തിന് നമ്മുടെ അരവിന്ദന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ആ, Oh. ഒരു 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 ചെയ്യുന്ന ഒരു ജോലി പറയാമോ? സർ, ഇന്നത്തെ പ്രധാന ജോലി നമ്മുടെ കസ്റ്റമറിനെ കോൾ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ജോലി. രാവിലെ വന്നതും അരവിന്ദ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞോ. രാവിലെ ജസ്റ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇന്നത്തേക്ക് വിളിക്കേണ്ട കസ്റ്റമേഴ്സിന്റെ ഡേറ്റ ആദ്യം ഷെയർ ചെയ്യും. ഓരോരുത്തർക്കും അവർക്കൊരു ടെലികോളിംഗ് ആപ്പ് ഉണ്ട്. ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. അവരെ ആപ്പ് ഓപ്പൺ ചെയ്തവർ വിളിക്കും. ഈ ഡാറ്റ അരവിന്ദ് ആണോ ഷെയർ ചെയ്യാം? ഞാനാണ് ഷെയർ ചെയ്യുന്നത്. കാരണം ഡേറ്റയുടെ ഒരു സുരക്ഷിതത്തിന് വേണ്ടി ഡേറ്റ മാത്രം. ഓക്കെ, ഡാറ്റ ഷെയർ ചെയ്യും. ഓക്കെ, അതിന് എത്ര സമയം എടുക്കും? സർ, ഈ ഡേറ്റ ഷെയർ ചെയ്യാൻ മാക്സിമം ഒരു 15 to 20 മിനിറ്റ് മാക്സിമം. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് ഓഫീസ് ടൈം എത്ര മണിക്കാ? 9:30. ഓക്കെ, 9:30 അല്ലെ? ഞാൻ ഇവിടെ പറഞ്ഞ 10 നിട്ടുണ്ട് എക്സാമ്പിൾ. ഓക്കെ, ഒരു 10 മണിക്കാന്ന് വെച്ചോളൂ. 10-10:15. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഡാറ്റ ഷെയറിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ. ഓക്കെ, 10 മണി തൊട്ട് 10:15 വരെ ഡാറ്റ ഷെയറിന് വേണ്ടി 15 മിനിറ്റ്. ഓക്കെ, അത് ശരിക്കും എന്താണ്? ഡെലിഗേഷൻ ആണ് അല്ലെ? ഡെലിഗേറ്റിംഗ് ആണല്ലോ. ഓക്കെ, അപ്പൊ അവിടെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത്. ഒന്നും വേണ്ട, ടിക്ക് ചെയ്താൽ മതി. മനസ്സിലാകുന്നുണ്ട്? ഷെയർ ചെയ്യുന്നല്ലോ. ഡാറ്റ നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് പിരിച്ചു കൊടുക്കുന്നു, അല്ല ആരൊക്കെയാണ് വിളിക്കേണ്ടതെന്നുള്ള കാര്യം പിരിച്ചു കൊടുക്കുന്നു. അതാണ് തിരിച്ചു കൊടുക്കുന്നു. ഇനി അത് കഴിഞ്ഞാൽ ഇന്ന് ചെയ്ത് എന്തായിരുന്നു രണ്ടാമത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്ത ഡേറ്റ സൂപ്പർവൈസ് ചെയ്യാനും വിളിപ്പിക്കാനും ഒരാളുണ്ട്. പുള്ളിക്കാരനോട് ഞാൻ പറയും, ഇന്ന് ഇത്ര ആൾക്കാർക്ക് ഇന്ന ഡേറ്റ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഫോളോ അപ്പ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കും? കയറി വന്നാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഡിസ്കസിംഗ് വിത്ത് സൂപ്പർവൈസർ അല്ലേ? സൂപ്പർവൈസർ. ഓക്കെ, അതിനൊരു 10-10:15 തൊട്ടിട്ട് നിൽക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഓക്കെ, ഇതും അതേപോലെ ഡെലിഗേഷൻ ആണല്ലോ. അത് തന്നെ. ഓക്കെ, അപ്പൊ അവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ അതേമാതിരി അടുത്തൊരു മൂന്നാമത്തെ ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജോലിയായിട്ടല്ല പിന്നെ വരുന്നത് ഇവിടുത്തെ അന്നേക്ക് ആവശ്യമായ ഫണ്ട് അറേഞ്ച് ചെയ്യാനും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നെ കൂടുതലും പോകുന്നത്. ശരി, ഓക്കെ. അപ്പൊ ഇന്നത്തെ അടുത്ത് ചെയ്ത് എന്താണെന്നൊന്ന് പറയാം. ഇന്ന് ചെയ്ത് തന്നെ നമുക്ക് എടുക്കാം സാമ്പിൾ ആയിട്ട്. ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ബാങ്കിൽ രാവിലെ പോകേണ്ടി വന്നു, ബാങ്കിങ് ടൈം. പിന്നെ നമ്മൾ നാലാമത് ചെയ്തത്, ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജർമാരെ നമ്മൾ ഇടയ്ക്കിടെ കാണാൻ വരും. അവരുമായിട്ട് മീറ്റിംഗ്. പിന്നെ നമ്മൾ ചെയ്തത് ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ തന്നെ. പിന്നെ ഏജൻസിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ടീമുണ്ട്. മറ്റത് നമ്മൾ ടെലി ടീമാണ്. ഇത് തന്നെ കൂടാതെ നമുക്ക് ഏജൻസിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടീമുണ്ട്. അവർക്ക് രാവിലെ കുറച്ച് ഫോളോ അപ്സ് രാവിലെ ഏർപ്പെടുത്തും. അത് ഇന്ന ആൾക്കാരെ വിളിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഏജൻസിനെ കോൾ ചെയ്യാം, കോണ്ടാക്ട്. ഇതൊക്കെ തന്നെയാണ് മെയിൻലി വരുന്നത്. ഇതിനപ്പുറത്തേക്ക് വേറൊരു പണിയും ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യുന്നില്ല. യാഥാർത്ഥ്യം പറയാം, തുറന്നു പറയാൻ ആസ് എ കൺസൾട്ടന്റ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കടന്നിട്ട് കളിക്കുകയാണ്. ഇതിന് കിടന്നുള്ള കളിയാണ്. ഓക്കെ, നമ്മൾ കളിക്കേണ്ടത് എന്താണെന്ന് ശരിക്കും എങ്ങനെയാ വരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. വരേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഓക്കെ, ഇൻഷുറൻസ് മാനേജേഴ്സ് മീറ്റിംഗ്. അതുപോലെ ഇൻഷുറൻസ് മാനേജേഴ്സ് മീറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാ? സർ, അവര് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ടാർഗറ്റ് ഓൾറെഡി ഉണ്ടാവും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇവർക്ക് ഇൻഷുറൻസ് കമ്പനിയിലേക്കാണല്ലോ നമ്മുടെ ബിസിനസ് ഡെയിലി പോകുന്നത്. അപ്പൊ അവർക്ക് നമ്മുടെ 10, 25, 50 ലക്ഷത്തിന്റെ ഒരു ഫിഗർ അച്ചീവ് ചെയ്യിക്കണം. അപ്പൊ അവര് നമ്മുടെ വരിക, നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തില്ല, ചെയ്യണം. ജസ്റ്റ് അത് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതലും വരുന്നവര്. പിന്നെ സാർ പറഞ്ഞ പോലെ വന്ന് കഥ പറയും. അത് അവരുടെ ആവശ്യമാണ് അല്ലേ?
ഓക്കെ, അവരുടെ ആവശ്യമാണ് അല്ലെ? ഓക്കെ ഓക്കെ. ഇപ്പൊ വന്ന് കഥ പറയും. ഓക്കെ. ഓക്കെ. ഇപ്പോ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞ ഇൻഷുറൻസ് മാനേജേഴ്സ് മീറ്റിംഗ് വെക്കുന്നത്, ഇവരോട് ഇനി തൊട്ട് വരുമ്പോ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ? ഇല്ല അവർ നേരത്തെ അപ്പോയിന്റ് എടുത്ത് വരത്തുള്ളൂ നമ്മളെ കാണാൻ. ഓക്കെ, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടേ വരത്തുള്ളൂ. പക്ഷെ അവരോട് വരത്തുള്ളൂ. പറയുമ്പോൾ അവർ സമയം പാലിക്കാനുള്ള ഒരു ഇത് വേണം. അതായത് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്നുള്ളൊരു കാര്യം. ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി ഐഡിയൽ സിനാരിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ആ ആക്ച്വലി അരവിന്ദ് ശരിക്കും അടുത്ത ലെവലിലേക്ക് വളരണമെങ്കിൽ അരവിന്ദ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് എന്താ പറയാ, ഫൈൻഡിങ് ന്യൂ പ്രോഡക്ട്സ്, ശരിയാണോ? തീർച്ചയായിട്ടും. ശരി. അതേപോലെ വേറെ എന്തായിരിക്കും? ശരിക്കും നമുക്ക് കോർപ്പറേറ്റ് ക്ലയൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവരെ കോർപ്പറേറ്റ് ക്ലയൻസ്, അവരോടുള്ള മീറ്റിംഗ്, അതായിരിക്കും നമുക്ക് ഏറ്റവും വർത്താവുന്നത്. ഓക്കെ. അടുത്തത് പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിന്റെ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് റീച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ വയ്യ സോഷ്യൽ മീഡിയയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലൂടെ. ഓക്കെ. പിന്നെ അടുത്തത് ഉള്ളത് മാക്സിമം നമ്മൾ കൊടുക്കുന്ന ബിസിനസിന്റെ കമ്മീഷൻ ഓൺ ടൈം പ്രോപ്പർലി നമ്മൾ വാങ്ങുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ. ഇങ്ങനെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ശരിക്കും ചെയ്യേണ്ട ജോലികൾ ഇതാണ്. 6ാമത്തെ തൊട്ടിട്ടാണ് ശരി. തുടങ്ങുന്നത്. ഇതാണ് ശരിക്കും ചെയ്യേണ്ട ജോലി അല്ലെ? പക്ഷെ അതാണ് നമ്മളിപ്പോ യാഥാർത്ഥ്യം. അതെ, പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജോലികളാണ്. അതാണ് ശരിയാണല്ലോ? അപ്പോൾ ശരിയാണ്. അതെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം സമയം മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ള 7 ദിവസം നിങ്ങൾ ദിവസം ചെയ്യുന്ന ജോലി ഇത് നിങ്ങൾ സെപ്പറേറ്റ് ആയി എന്തായാലും ഷീറ്റ് ഞാൻ ഷെയർ ചെയ്യാം. ഇതൊന്ന് ഓക്കെ. സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചോളൂ. ഓക്കെ. ഓക്കെ. ഈ സെപ്പറേറ്റ് വർക്ക്ഷീറ്റിൽ എഴുതിയോളൂ. ദിവസവും ചെയ്യുന്ന ജോലി ഒരു 7 ദിവസത്തേക്ക് ഈ ചെയ്യുന്ന ജോലി ഈ ഫോമിൽ ഫില്ല് ചെയ്യാം. ഓക്കെ. ഇത് പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. ചിലപ്പോൾ ഈ ഒരു ഷീറ്റ് തീരില്ല. ഒരു ദിവസം ചിലപ്പോൾ 2, 3 ഷീറ്റ് ഫോം എല്ലാം വേണ്ടി വരും. ഓക്കെ, അത് ഓക്കെ സാർ. കാര്യമില്ല. പക്ഷെ ഓക്കെ. കൃത്യമായിട്ട് അതേപോലെ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള എടുത്തിട്ട് ആക്ച്വലി നിങ്ങളുടെ സമയം കൂടുതൽ ഡൂയിങ്ങിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഓക്കെ. ഡൂയിങ്ങിൽ പോകുന്ന ഏതൊക്കെ കാര്യം വേറെ ആൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ആദ്യം ഡിസൈഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇത് കേട്ടിട്ടില്ല, തേനീച്ചകള്, ഈ ഓ ക്യൂൻ ബീ എന്ന് പറയും. തേനീച്ചയുടെ കഥ അറിയാലോ അല്ലെ? അതായത് തേനീച്ചയുടെ മഹാറാണി ഉണ്ട്. ഓക്കെ. ആ ആ പണിയെടുക്കത്തില്ല. മഹാറാണിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല കുട്ടികളെ പ്രസവിക്കുക എന്നുള്ളതാണ്. അതാണ്. കാരണം അവരുടെ ജീവിതം ഈ തേനിനെ ചുറ്റിപ്പറ്റിയാണല്ലോ. ഓ അപ്പൊ നല്ല തേൻ എടുക്കാൻ പറ്റാവുന്ന തേനീച്ചകൾ ഉണ്ടായാൽ മാത്രമേ അവർക്ക് ജീവിതം എന്താവൂ, സമ്പൽ സമൃദ്ധമാവുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പോ ക്യൂൻസ്പി റോൾ എന്ന് പറയുന്നത്, അപ്പൊ തേനീച്ചയുടെ ഇത് അവരുടെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കൂട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞ ആ അമ്മ മഹാറാണിയാണ്. മഹാറാണി തേനീച്ചയാണ്. കാരണം കണ്ടിട്ട്. അവരാണ് നല്ല കുട്ടികളെ പ്രസവിക്കേണ്ടത്. ശരിയാണല്ലോ? ഓക്കെ. അവര് നല്ല കുട്ടികളെ പ്രസവിക്കുമ്പോഴാണ് നല്ല തേനീച്ചകൾ ഉണ്ടാവുന്നത്. ആ നല്ല തേനീച്ചകൾ ഉണ്ടാവുമ്പോഴാണ് ഈ പല എല്ലാ പൂക്കളിലും പോയിട്ട് നല്ല 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 തേനുകൾ കൊണ്ടുവരുന്നത്. ഓക്കെ. ആ പരാഗണം നടത്തുന്ന എല്ലാ കാര്യങ്ങളും. ഓക്കെ. ഇപ്പോ എല്ലാവരുടെയും ഡ്യൂട്ടി, ഉദാഹരണത്തിന് ഇവിടുത്തെ ക്യൂൻ ബി റോൾ എന്ന് പറയുന്നത് പ്ലേ ചെയ്യുന്ന അരവിന്ദാണ്. ശരിയാണല്ലോ? ആണ്. അരവിന്ദാണ്. ഓക്കെ. അപ്പോ അരവിന്ദനെ സംബന്ധിച്ചിടത്തോളം അരവിന്ദൻ ആ ഒരു മൈൻഡ് ഫ്രീ ആയിക്കൊണ്ട് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ സമയം കിട്ടിയാൽ മാത്രമേ ഈ സ്ഥാപനം നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ. എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്ഥാപനത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ശരിയാണല്ലോ? ശരിയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ ടീമിന്റെ എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കാരണവശാലും അരവിന്ദിനെ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വലിക്കരുത് എന്നുള്ള അവർക്ക് മനസ്സിലാവണം. ഓക്കെ. ശരിയാണല്ലോ? തീർച്ചയായിട്ടും. അതായത് അപ്പൊ അവിടെ ആ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾ തമ്മിൽ ഏറ്റവും ആദ്യം നടത്തേണ്ടത്. അതായത് ഞാൻ ഈ ക്യൂൻസ്പി റോളിന്റെ ആദ്യം തന്നെ അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ അമ്മ മഹാറാണി പ്രസവിക്കുന്നത് വരെ ശരിക്കും നല്ലോണം അവര് പാമ്പർ ചെയ്ത് തലോലിച്ച് ബാക്കിയുള്ള തേനീച്ചകളെല്ലാം തന്നെ എന്ത് എൻഷുർ ചെയ്യും, ഒരു കാരണവശാലും ഈ തേനീച്ച പ്രസവിക്കുന്നവരെ ഒരു വിധത്തിലുള്ള സ്ട്രെസ്സോ ടെൻഷനോ ഒന്നുമില്ല.
അതിന്റെ ഫുൾ ശ്രദ്ധ എന്തിലായിരിക്കും? നല്ല കുട്ടികൾ ഉണ്ടാക്കുന്നതിൽ മാത്രമായിരിക്കും എന്ന് എൻഷുർ ചെയ്യും. ഓക്കെ, അപ്പൊ ഓക്കെ കാരണം അവർക്കറിയാം അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. ഓക്കെ, അത് എൻഷുർ ചെയ്തിട്ട് അതിനുശേഷം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട ചുമതലകൾ ഉണ്ടാവുമല്ലോ, ഓരോ തേനീക്കും. ഉണ്ടാവും അപ്പോ ഉണ്ടാവും അതിനുശേഷം അവരുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് പോകും. ഓക്കെ, ഇപ്പൊ അമ്മ മഹാറാണി നല്ല ഹാപ്പിയാണ്, ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് വരികയില്ല. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താണോ അത് അവരെല്ലാം ചെയ്യുന്നുണ്ടാവും. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഈ അമ്മ മഹാറാണിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള ജോലിയെല്ലാം വിട്ടിട്ട് എന്തിനാ വരിക? ഈ അമ്മ മഹാറാണിയെ സപ്പോർട്ട് ചെയ്യാനാണ് വരിക. ഞാൻ പറഞ്ഞത് ആ സിനാരിയോ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി സാറേ. ഓക്കെ, അപ്പൊ കാരണം അവർക്കറിയാം അമ്മ മഹാറാണിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് തീരുമാനമായി എന്നുള്ള കാര്യം. ഓക്കെ ഓക്കെ, തീരുമാനമായി എന്നുള്ളത് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഫോം കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്ത ശേഷം, ഓക്കെ, ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് ഇല്ല നല്ല രീതിയിൽ ഇതായ ശേഷം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഏതേത് ഏരിയ ഇപ്പൊ ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ അവിടെ ടെലികോളേഴ്സ് ഉള്ളവർക്ക് അവർ ചെയ്യേണ്ട ജോലി ആയിരിക്കില്ല, ചിലപ്പോൾ പല ജോലികൾ അവർ ചെയ്യുന്നുണ്ടാവാം, മെയിൻ ജോലിയായി അങ്ങനെ പല കൺഫ്യൂഷൻസും ഇതെല്ലാം നടക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇത് എല്ലാവരും കൂടി ഇരുന്നിട്ട് അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തീരുമാനിച്ചിട്ട് അത് ടിക്ക് ചെയ്ത് ചിലപ്പോ അവർ ചെയ്യേണ്ട ജോലി വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ബൈഫർക്കേറ്റ് ചെയ്ത് അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കേണ്ടത്? ഈ ഏരിയ ഉണ്ടല്ലോ, അതായത് അറ്റ് എനി കോസ്റ്റ് അരവിന്ദന് ഈ ഡെലിഗേഷനിലും ഡിസൈനിങ്ങിലും അല്ലാതെ ഡൂയിങ്ങിലേക്ക് ഒന്നും വരാത്ത രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, ഒരു 7 days ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതിനുശേഷമാണ് അരവിന്ദ് നിങ്ങളുടെ സ്റ്റാഫുകൾ എല്ലാവരുമായി ഇരുന്നിട്ട് അവർക്ക് ഞാൻ പറഞ്ഞ ഈ ഇതിൽ തന്നെ സ്റ്റോറിയിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്നെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനു വേണ്ട സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു തരാൻ പറയണം. ഓക്കെ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അരവിന്ദ് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഈ ന്യൂ പ്രോഡക്ട്സിലേക്ക് മാറാനും അതേപോലെ കോർപ്പറേറ്റ് ക്ലയൻസിനെ കാണാൻ പോകുന്നതിനും എല്ലാം സമയം കണ്ടെത്താൻ നമുക്ക് കഴിയും. ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? ആ ഒരു ബൾബ് കത്തുന്നുണ്ടോ? മനസ്സിലായി. അവസാനം കത്തി. ഓക്കെ, കത്തി. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അവസാനത്തെ 2 കാര്യങ്ങളുണ്ടല്ലോ, അതായത് അവസാന 3 കാര്യങ്ങൾ ഈ കോർപ്പറേറ്റ് ക്ലയന്റിലേക്ക് എത്തിക്കുക എന്നുള്ള സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സമയം കിട്ടും. തീർച്ചയായിട്ടും പിന്നെ അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ കമ്മീഷൻ കിട്ടി എന്ന് ഇൻഷുർ ചെയ്യുക എന്നുള്ളത് ആക്ച്വലി അത് അരവിന്ദന്റെ ജോലിയാണോ? അല്ല, ശരിക്കും അക്കൗണ്ട്സിലാണ്, അക്കൗണ്ട്സ് ടീമാണ്. അതെ, അപ്പൊ അത് വന്നിട്ട് ആക്ച്വലി എവിടേക്ക് അവരുടെ ഇതിലേക്ക് കൊണ്ടുവരണം. അവരുടെ അക്കൗണ്ട്സിൽ ആരാണോ ഉള്ളത് അവരുടെ KPIയിലേക്ക് കൊണ്ടുവരിക, അതായത് അവരുടെ മെയിൻ ജോബായിട്ട് അത് കൊണ്ടുവരിക. എന്നുവെച്ചാൽ അത് പൈസ വന്നാലല്ലേ ഈ നമ്മുടെ സംഭവം ചാലുവുള്ളൂ, അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇത് മാറ്റുക. ഈ ജോലി ഒരിക്കലും അരവിന്ദ് ചെയ്യേണ്ടതല്ല. ഓക്കെ, ശരിയാണല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഡിസ്കസിങ് വിത്ത് സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓൺലി ഒരു SOP പോലെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അതായത് ഈ സൂപ്പർവൈസർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പ്രിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവർക്ക് ഡിസ്കസ് ചെയ്യുന്ന എന്തായിരിക്കും? ജസ്റ്റ് നമ്മൾ ചോദിക്കുന്ന അത്ര പേരെ വിളിച്ചോ, അവരുടെ സംസാരിച്ചോ, അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, ഞാൻ ഡേറ്റ ഇട്ടിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക, മാക്സിമം ബിസിനസ് ക്ലോസ് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ അത് ഒരുപാട് സമയമൊന്നും പോകുന്നില്ല അല്ലെ? ഇല്ല, 15 മിനിറ്റ് 10-15 ഓക്കെ, മിനിറ്റ് പക്ഷെ നമുക്ക് ഒരു ദിവസം സമയം കൂടുതൽ പോകുന്ന എവിടേക്ക്? ഇത് പറഞ്ഞല്ലാണ്ട് ഏതെങ്കിലും നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു സമയം പോകുന്ന അറിയുന്നില്ല. നമ്മൾ കൂടുതൽ സമയവും ഇതിൽ ഓഫീസിനുള്ളിൽ ഈ അടഞ്ഞുകൂടിയുള്ള ഇരിപ്പാ. മെയിൻലി നമ്മൾ വരുമ്പോൾ ഈ ഗസ്റ്റ് എന്നല്ല, ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ആൾക്കാരുമായിട്ട് വെറുതെ ഇങ്ങനെ സമയം കളയും. ഓക്കെ, അപ്പൊ അരവിന്ദൻ ആക്ച്വലി ഓഫീസിലേക്ക് ദിവസവും വന്നേ തീരുന്നുണ്ടോ? ഒരു നിർബന്ധമില്ല. നിർബന്ധമില്ല. അപ്പൊ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഓഫീസിനെ വീട്ടിലേക്ക് മാറ്റിയാലോ? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. അതായത് ഓഫീസിനെ വീട്ടിലേക്ക് മാറ്റുന്നു, നമ്മൾ ഇന്ന ദിവസങ്ങളിൽ ഇന്ന സമയം മാത്രമാണ് ഇവിടെ അവൈലബിൾ എന്നുള്ള രീതിയിൽ വെക്കുകയാണെങ്കിൽ ഓക്കെ, ഒന്നുകിൽ അങ്ങനെ,
അല്ലെങ്കിൽ തുടക്കത്തിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലും വീടിനും ഓഫീസിനും തമ്മിൽ എത്ര ദൂരമുണ്ട്? 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. ഓക്കെ. ദിവസവും ഒരു രാവിലെ ഒരു കുറച്ച് സമയം മാത്രം ഓഫീസിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഇനീഷ്യലി ഓക്കെ. അപ്പൊ ഓക്കെ. ആ സമയം എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോർണിംഗ് മീറ്റിങ്ങും ഈ സൂപ്പർവൈസർ മീറ്റിംഗ് മാത്രം ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 7 ദിവസത്തെ പരിപാടി ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ചെയ്ത് ഓരോരുത്തർക്കും കൃത്യമായിട്ട് അവരവരുടെ ചെയ്യേണ്ട റോള് ഡിഫൈൻ ചെയ്ത ശേഷം ദിവസവും രാവിലെ ഒരു അരമണിക്കൂർ മാത്രം അരവിന്ദ് ഇവിടെ വന്നിട്ട് പോകുന്നു. ഓക്കെ. അതേപോലെ ഈ ഇൻഷുറൻസ് മറ്റേ മാനേജേഴ്സ് വരുമല്ലോ, ആര് ഈ സ്ഥാപനങ്ങളുടെ മാനേജേഴ്സ്, അവർക്ക് നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം ചെയ്യുന്ന പോലെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ മാത്രം അവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. ഓക്കെ. അതായത് ആഴ്ചയിൽ ഒരു ശനിയാഴ്ച ഉച്ച തൊട്ട് വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച എന്താ പറയുക, അത് എങ്ങനെ ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെ മാറ്റി വെക്കാൻ പറ്റുമോ? മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അവർക്ക് ഡോക്ടേഴ്സിനെ കണ്ടിട്ടില്ല. ഡോക്ടേഴ്സ് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ മാത്രമേ റെപ്രസെന്റേറ്റീവ്സിനെ കാണുകയുള്ളൂ. ആഴ്ചയിൽ മാറ്റി 2 വെക്കാൻ ദിവസം. പറ്റും. അറിയാലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ മാറ്റി വെക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശല്യവും നമുക്ക് ഇല്ലാതാവും. ഓക്കെ. ഓക്കെ. എന്നിട്ട് ഇവിടെ അരവിന്ദ് മാക്സിമം വീഡിയോ പ്രസൻസിന് വേണ്ടി സമയം ഉപയോഗിക്കുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഈ കോർപ്പറേറ്റ് ക്ലയൻസിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുന്നു, സമയം ഒരു ദിവസം ഇത്ര മണിക്കൂർ എന്നുള്ള നിലയ്ക്ക് മാറ്റി വെക്കുന്നു. ഓക്കെ. അങ്ങനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസം ആകുമ്പോഴത്തേക്ക് റിസൾട്ട് വരാൻ തുടങ്ങുമോ? തീർച്ചയായിട്ടും വിത്തിൻ 15 മാക്സിമം 30 ഡേയ്സ്, മാക്സിമം 30 ഡേയ്സ്. 30 ഡേയ്സിൽ വരുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബ്രേക്ക് ഇവൻ അല്ല, നമുക്ക് പ്രോഫിറ്റിലേക്ക് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ പറ്റില്ലേ? 100%. ഓക്കെ. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇവിടെ ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരവിന്ദിനെ ഫ്രീ ആക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോ അരവിന്ദിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് അവരവർക്ക് ഓരോ കൃത്യമായിട്ട് ജോലികളും കാര്യങ്ങളും എല്ലാം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറവ് അരവിന്ദ് ഇപ്പൊ ഏറ്റവും കുറവ് നിങ്ങൾ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ? ഇപ്പൊ ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നു വരുന്നത് അക്കൗണ്ട്സിൽ തന്നെ വരുള്ളൂ. ഓക്കെ. അക്കൗണ്ട് വരും. ഓക്കെ. അപ്പൊ ഇപ്പൊ അക്കൗണ്ട്സ് ഉണ്ട്, പിന്നെ അതേപോലെ ടെലികോളേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ ടെലികോളേഴ്സിന്റെ ഉണ്ട്, പിന്നെ സർവീസിൽ പോളിസി പഞ്ചിങ് ഉണ്ട്. 4 പേര് അവരാണ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്നത്. പോളിസി, പിന്നെ ഒരു സൂപ്പർവൈസർ. ഓക്കെ. പക്ഷെ പോളിസി പഞ്ചിങ്ങുമായിട്ട് അരവിന്ദനായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല, അല്ലെ? ഇല്ല, വേണ്ട. ജസ്റ്റ് അതിൽ ഞാൻ നോക്കുക പോലും വേണ്ട. അത് ജസ്റ്റ് നമുക്ക് ഗ്രൂപ്പിൽ കാണാം സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഒരേ എപ്പോഴും ഒരേ മിനിറ്റ് കഴിയുമ്പോൾ അപ്ഡേഷൻ വരും. അപ്ഡേഷൻ വരും. ഓക്കെ. നമ്മളിപ്പോ ഗൂഗിൾ ഫോം പോലെ ഗൂഗിൾ ഷീറ്റ് പോലെ എന്ത് ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അതിൽ ഗൂഗിൾ ഷീറ്റിൽ എന്താ ചെയ്യാ? ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് ഓരോ ഏജൻസിനും ഓരോ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇടുന്ന ബിസിനസ്സുകൾ അപ്പൊ തന്നെ ഗൂഗിൾ ഷീറ്റിൽ എൻട്രി ചെയ്യും. അതിന്റെ പ്രീമിയം എത്രയാണ്, അതിന്റെ കമ്മീഷൻ എത്രയാണ് പാർട്ടിക്ക് കൊടുക്കേണ്ട ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഓരോ വരുന്ന സമയത്ത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഓക്കെ. നമ്മൾ ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ടുണ്ടോ? ഫോം ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ. കുഴപ്പമില്ല. ഓക്കെ. അത് അടുത്തതിൽ ഇത് ചെയ്യാം. ഇപ്പൊ ആക്ച്വലി ഗൂഗിൾ ഷീറ്റിൽ തന്നെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ ജോലി ഉണ്ടല്ലോ, ഇപ്പൊ ആ ജോലി എന്തൊക്കെയാണെന്നുള്ളത് ഗൂഗിൾ ഷീറ്റിൽ തന്നെ 1, 2, 3, 4, 5, 6 എന്നുള്ള രീതിയിൽ അവരുടെ ജോലി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. എന്നിട്ട് അതിൽ നമ്മുടെ 1, 2, 3 ഡേറ്റ് ഉണ്ടല്ലോ, ഡേറ്റ് ഇടുക. ഓക്കെ. എന്നിട്ട് അതിന്റെ അക്സസ് ആർക്കായിരിക്കും? അരവിന്ദിനെ അറിയാലോ. ഗൂഗിൾ ഷീറ്റ് എങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ആ ഗൂഗിൾ ഷീറ്റിൽ വൈകുന്നേരം പോകുമ്പോഴേക്കും ഗൂഗിൾ ഷീറ്റിൽ അവർ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അരവിന്ദിനെ ഇടയ്ക്ക് എപ്പോ വേണമെങ്കിൽ നോക്കാൻ പറ്റും. അവർ ചെയ്ത കാര്യങ്ങളെല്ലാം എന്താണെന്നുള്ളത് നോക്കാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് എന്താ സംഭവിക്കുക? സമയം കൂടുതൽ ലാഭിക്കാൻ പറ്റും. അപ്പൊ അൾട്ടിമേറ്റ്ലി എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ലക്ഷ്യം പറയുക, ഇനി അടുത്ത ഒരു 3 മാസത്തേക്ക് ഓക്കെ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ക്ലയൻസിലാണ്. ഓക്കെ. അതെ. അതിനു വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ. അപ്പൊ ആ ജോലികളെല്ലാം ഇപ്പൊ ഡാറ്റ ഷെയർ ചെയ്യുന്ന മാത്രം അരവിന്ദ് ഷെയർ ആണ്, ബിക്കോസ് ഓഫ് അതിന്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് ആയതുകൊണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സൂപ്പർവൈസർ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റുമോ? ഏൽപ്പിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ അയാൾക്ക് കൃത്യമായിട്ടുള്ള റോൾ ഡിഫൈൻ ചെയ്തിട്ട് അദ്ദേഹം അരവിന്ദിന്റെ അടുത്ത് ഈ ബുദ്ധിമുട്ടില്ലാതെ എന്താ പറയാ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സിമ്പിൾ പർപ്പസ് സോൾവ് ആയി, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഉഷാറായി. ഓക്കെ. ആ രീതിയിൽ ഞാൻ ഐഡിയ പറയണം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് മാറ്റിയാൽ മതി. ഞാൻ എന്തായാലും ഈ വീഡിയോ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യും. ആ രീതിയിൽ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റീഷെഡ്യൂൾ ചെയ്തിട്ട് ഒന്ന് റീവാമ്പ് ചെയ്തിട്ട് ഒന്ന് നോക്കൂ.
തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ കണ്ടന്റ് ഞാൻ അയച്ചു തരാം. ആ ഇതിന്റെ കൂടെ തന്നെ 30 ഡേയ്സിന് വീഡിയോസും കൂടെ ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, തീർച്ചയായിട്ടും ഒരു 30 മുതൽ 60 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ എൻറ്റയർ സിനാരിയോ തന്നെ മാറും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യാവോ? 100% ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാൻ അതേമാതിരി ചെയ്യാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട്സ് ടീമാണ് നമ്മുടെ പൂർണ്ണമായിട്ടും നോക്കുന്നത്. ഓക്കെ, ആ, ബ്രേക്ക് ഇവൻ നമ്മുടെ എക്സ്പെൻസസും ഇൻകം എക്സ്പെൻസസ് എല്ലാം അത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? സാർ ഒന്നുകൂടെ ക്ലിയർ ആക്കി അതായത് പറയാമോ? നമ്മുടെ നമ്മുടെ ബ്രേക്ക് ഇവൻ ചില സമയം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലാഭം ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ ഓക്കെ, അത് എന്ത് ബേസ് ചെയ്തിട്ടാ പറഞ്ഞത്? അതായത് നമ്മൾ നമുക്ക് നമുക്ക് ഡെയിലി നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് അറിയാൻ പറ്റും. ഓരോ ദിവസവും നമ്മൾ ഇത്ര ബിസിനസ് ചെയ്തു, അതിനകത്ത് ഇത്ര പെർസെന്റ് കമ്മീഷൻ, ഇത്ര പെർസെന്റ് ആൾക്കാർക്ക് ഷെയർ ചെയ്തു, മിച്ചം ഇത്ര. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ ഒരു ദിവസം ക്ലിയർ ആയി ക്ലോസ് ചെയ്യേണ്ട ഒരു ഫിഗർ ഉണ്ട്. ഒരു 16,000 17,000 രൂപ പെർ ഡേ നമുക്ക് എക്സ്പെൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ അത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇൻകം സൈഡിൽ പ്രോഫിറ്റിൽ അത് വരില്ല. അല്ലെങ്കിൽ ഇൻകത്തിൽ അത് വരില്ല. അങ്ങനെ വരാതെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് ഒരു സിംറ്റം കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എല്ലാ ദിവസവും ഞാൻ ലൈബിലിറ്റി സൈഡും നമ്മുടെ ഇൻകം സൈഡും ഇങ്ങനെ അപ്ഡേറ്റ് വീക്ക്ലി ചെയ്യും. എല്ലാ ദിവസവും നമുക്കറിയാം ഗോൾഡ് ഇത്ര പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ നമ്മൾ ഇന്ന ആൾക്ക് കുറച്ച് പൈസ നമ്മൾ കടം വാങ്ങിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു സൈഡ് എപ്പോഴും ഉണ്ട്. ഇപ്പുറ സൈഡ് നമുക്ക് കിട്ടാനുള്ള പൈസ ഇങ്ങനെ വെച്ചിട്ടിരിക്കും. അപ്പൊ ഇത് തമ്മിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതിനകത്ത് വലിയ ബാലൻസ് ചെയ്യുന്നില്ല. ആ ഒരു സൈഡ് അങ്ങനെ നിൽക്കുന്നു, ഈ സൈഡും ഒരു സമാനമായി പോകുന്നു. ചില സമയത്ത് ലയബിലിറ്റി സൈഡിൽ ഒരു 1-2% എക്സസ് വരുന്നു, ഇപ്പുറ സൈഡിൽ അത് കുറയുന്നു. ഓക്കെ, അപ്പൊ ഈ സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലായിട്ടാണോ? സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലായിട്ടല്ല സാറേ, സ്റ്റാഫുകളുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവിടെ നിന്ന് വരുന്നില്ല. ഓക്കെ ഓക്കെ, അത് റിസൾട്ട് പ്രൊഡക്ടിവിറ്റി ഇല്ല. പ്രൊഡക്ടിവിറ്റി ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്റ്റാഫുകളുടെ അവരുടെ നല്ല പെർഫോം ചെയ്യുന്ന സ്റ്റാഫുകളെയും പെർഫോമൻസ് മോശമായ സ്റ്റാഫുകളെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? സാർ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിൽ നമ്മൾ നോക്കുന്നത് അവരുടെ ടോട്ടൽ വോളിയം എത്രയാണോ, അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എത്രയാണോ, അതാണ് നമ്മുടെ ഒരു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു 2-3 പേര് മാത്രമാണ് ഇത്രയും നമുക്ക് വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 40-50% ഈ എക്സ്ട്രാ നമുക്ക് എൻ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് അത്ര വരുന്നില്ല. ഓക്കെ, പക്ഷെ അത് അവർക്ക് അറിയാവോ? അവരോട് നമ്മൾ ഗൗരവമായി പറഞ്ഞിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോരാന്ന് ഇങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ പറയുന്നല്ലാതെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വരികയാണ്. അതിനകത്ത് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു മാസത്തെ കോസ്റ്റ് എത്രയാണെന്ന് അറിയാലോ? ഒരാളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലോ അതെ, മിനിമം ഒരു 16,000-17,000 രൂപ ഏറ്റവും കുറഞ്ഞത് വരും. ശമ്പളം എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ 17,000 രൂപ, പിന്നെ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ 20,000 രൂപ എന്തായാലും വേണ്ടി വരും. 20,000 ശരിയാണല്ലോ? വരും. 20,000 രൂപ വേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന ബിസിനസ് എത്രയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാലോ? അറിയാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ അതിന്റെ ഒരു ചാർട്ട് പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സ്റ്റാറ്റസ് അങ്ങനെ നമ്മൾ വെക്കാറുണ്ട്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ സുനിൽ എന്നൊരു സ്റ്റാഫ്, രാമൻ എന്നൊരു സ്റ്റാഫ്, അല്ലെങ്കിൽ സന്തോഷ് എന്നൊരു സ്റ്റാഫ്, അങ്ങനെ കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ എന്താ പറയാ, ഒരു മാസത്തെ നമ്മൾ സാധാരണ 20,000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 5 മടങ്ങെങ്കിലും വരണം. ശരിയാണല്ലോ? ഓക്കെ, ശരിയല്ല? ഒരു 20,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ 60,000 രൂപയെങ്കിലും ബിസിനസ് കിട്ടിയാലാണ് നമുക്ക് എന്താ പറയാ ഒരു ഇതെന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എവിടെയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? എത്രയാണ് നമ്മൾ കൊടുക്കുന്ന ശമ്പളം, എത്രയാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത്? അത് സാർ അത് നമ്മുടെ ഓൾറെഡി ഉണ്ട്. കാരണം നമ്മൾ എല്ലാ മാസം, പക്ഷെ അവരോട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് മന്ത് റെഡിയാകും അങ്ങനെ അവരോട് നമ്മൾ ഒരിക്കലും അതിന്റെ സീരിയസ്നെസ് പറഞ്ഞിട്ടില്ല. വരിക, ചെയ്യുക, പോവുക. ഓക്കെ, അപ്പൊ ആ സീരിയസ്നെസ് പറയാൻ ചിലപ്പോ ശരിക്കും അരവിന്ദന് ചിലപ്പോ പറയാനുള്ള മടി കൊണ്ടായിരിക്കും അല്ലെ? അത് തന്നെയാണ് കാരണം. ഓക്കെ, അപ്പൊ അത് പറയാൻ പറ്റിയ ആൾ ആരെങ്കിലും അരവിന്ദിന്റെ തൊട്ട് താഴെ ഉണ്ടോ? ഉണ്ട്. അതാരാ, സൂപ്പർവൈസർ ആണോ, വേറെ ആരെങ്കിലും ആണോ? ശരി, എന്റെ കൂടെ എന്റെ വൈഫ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി എല്ലാ ദിവസവും വൈഫ് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു വൈഫ് അടുത്തുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡ്യൂട്ടി വൈഫിന് കൊടുത്തൂടെ? തീർച്ചയായിട്ടും. അതായത് ഇവരെ മാനേജ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടി. എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, അതായത് ഐ മീൻ അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ബോയിൽസ് ഡൗൺ ടു വാട്ട് വി ഗെയിൻ അല്ലേ? നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ.
ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ 13 പേരുള്ള ഒരു 10 പേരായപ്പോ ഇപ്പൊ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ട്വിറ്റർ അറിയാം. ഓക്കെ, എലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുക്കുമ്പോൾ 6000 ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഓക്കെ, അതായത് 80% ജീവനക്കാരെ പിരിച്ചുവിട്ടു. ആ സ്ഥാപനത്തിലെ 80% ജീവനക്കാരെ പിരിച്ചുവിട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് ആ സംഭവം അതോടുകൂടി പൂട്ടിപ്പോണ്ടേ, കുളം തോണ്ടണ്ടേ, അല്ലെ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്റെ സിറ്റുവേഷൻ തോന്നുന്നതാണ്. തോണ്ടനാണ്. പക്ഷെ അങ്ങനെ തന്നെയാണ് എല്ലാവരും കരുതിയത്. പക്ഷെ പിരിച്ചു വിട്ടിട്ട് ബാക്കി വെച്ചിരിക്കുന്ന 20% ആൾക്കാരെന്ന് പറയുന്നത് ഹൈ പെർഫോമിംഗ് എംപ്ലോയീസ് ആണ്. ഓക്കെ ഓക്കെ, അവരോട് പറഞ്ഞു ഈ 80% ആൾക്കാർ പോയി. ഓക്കെ, അവർക്കുള്ള ശമ്പളം ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ ഓക്കെ, അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരും, പ്രൊവൈഡഡ് എനിക്ക് ഈ റിസൾട്ട് വരണം. ഓക്കെ ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ ഈ 20% ആൾക്കാര് അവര് ഒരു 5 ലക്ഷം രൂപ മാസം വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാര് 30 ലക്ഷം രൂപ വാങ്ങിക്കാൻ തുടങ്ങി ഓ വരുമാനം. ഓക്കെ, ആ 20% ആൾക്കാർ അല്ലെങ്കിൽ തന്നെ നല്ല പെർഫോം ചെയ്യുന്നവരാണ്. ഈ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളും, ഉദാഹരണത്തിന് ഇപ്പൊ അരവിന്ദന്റെ വൈഫും ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് ഒരേ സ്ഥാപനത്തിൽ ഒരേ ജോലി ഒരേ പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കിയാലും അരവിന്ദ് വന്നിട്ട് ഭയങ്കര OP അടിക്കലാണ്. ഓക്കെ, വൈഫ് വന്നിട്ട് നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല ഇത് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും ഒരേ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. കുറച്ച് കഴിയുമ്പോൾ അരവിന്ദന്റെ വൈഫിന് എന്ത് തോന്നും, ഞാൻ പണിയെടുത്താലും ഇല്ലെങ്കിലും എനിക്കിത് എനിക്ക് കിട്ടും. ഇത് കിട്ടും, അരവിന്ദന് കിട്ടുന്ന പോലെ കിട്ടും. അപ്പൊ ഞാൻ എന്തിനു പണിയെടുക്കണം എന്നുള്ള തോന്നൽ വരാൻ തുടങ്ങും. സ്വാഭാവികം. സ്വാഭാവികമായിട്ടും അവരും നിങ്ങളെ പോലെ ആയി തുടങ്ങും. ശരിയല്ല? എക്സാമ്പിൾ പറയാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഈ 13 പേരുണ്ടെങ്കിൽ അതിലൊരു 8 പേര് മോശമാണെങ്കിൽ, ഒരു 6 പേര് മോശമാണെങ്കിൽ അവർക്കും എല്ലാ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പണിയെടുക്കുന്നവരും കൂടി നാളെ എന്തായി മാറും, പണിയെടുക്കാത്തവരായിട്ട് മാറിപ്പോകും. ഓക്കെ അതൊരു എന്താ പറയാ, ഒരു ക്യാൻസർ പോലെ പരക്കുന്ന രോഗമാണത്. ഓക്കെ, അതിന് പകരം ആ ഒരു ഏരിയ മാഡം ശരിക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇതാണെങ്കിൽ ആ ഏരിയ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് എത്രയാണ് അവരുടെ വരുന്നത്, എത്രയാണ് അവർ, എന്താണ് ഒരു ഷോർട്ട് ഫാൾ. ഇപ്പം ഇതിൽ പറഞ്ഞ പോലെ നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ അതിലൊരു മാർക്കിംഗ് സിസ്റ്റം കൂടെ കൊണ്ടുവന്ന പ്രശ്നം തോന്നുന്നു. അതായത് നിങ്ങൾ 70% മുകളിൽ മാർക്ക് വാങ്ങിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് സാലറി കിട്ടും, ഇൻസെന്റീവ് കിട്ടും. അതുകൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചില ബെനിഫിറ്റ്സും കൂടെ തരും. ഓക്കെ 80% മേൽ വാങ്ങിക്കുന്നുണ്ടോ, പിന്നെയും കൂടുതൽ ബെനിഫിറ്റ്സ് തരും. അതേസമയം നിങ്ങൾ 50% താഴെയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസം സമയം തരും. ഓക്കെ, എന്തിന് 50 എത്തിക്കാൻ. എന്നിട്ട് നിങ്ങൾ പിന്നെ എത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2ാമത്തെ മാസം ആകുമ്പോൾ നിങ്ങൾ വേറെ ജോലി നോക്കണം. തേടി പൊയ്ക്കോളാം. അത് നമ്മൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ, നമ്മൾ എല്ലാ സഹായം ചെയ്തു കൊടുക്കും. പക്ഷെ രണ്ടും വേണമല്ലോ. നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സഹായം ചെയ്തു കൊടുക്കും, പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കൊടുക്കും വേണം. പക്ഷെ ഞാനത് പറയുമ്പോൾ അരവിന്ദന് കുറച്ചൊരു മനസ്സിന് എന്തോ ഒരു വേദന വരുന്ന പോലെ എനിക്ക് കണ്ണുകളിൽ തോന്നുന്നുണ്ട്. എങ്ങനെയാ പറയാം, ശരിയാണോ? ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ ആരെങ്കിലും പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവരോട് കൊടുത്തിട്ട് ആരോടായാലും ശരി, ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഡിസംബർ തൊട്ടിട്ടെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ പ്രശ്നത്തിനുള്ള ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ മനസ്സിലായില്ലേ? അപ്പൊ അതൊരു ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? എടുക്കാം. ഓക്കെ, റൈറ്റ്. അപ്പൊ അത് നമ്മൾ എപ്പോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നാളെ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് 1-ാം തീയതി തൊട്ടിട്ട് നമുക്ക് ഒരു മന്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ 7 ദിവസം എല്ലാവരുടെയും മറ്റേ ഈ 4D ഫോർമാറ്റ് ഞാൻ അയച്ചു തരാം. 7 ദിവസം എല്ലാവരുടെയും ഇതൊന്ന് ചെയ്യിപ്പിക്കുക. അത് ഫില്ല് ചെയ്യുന്ന മറ്റേ ചെയ്യുന്ന ജോലികളും സമയം മാത്രം ഫില്ല് ചെയ്താൽ മതി. ബാക്കിയുള്ളത് ഫില്ല് ചെയ്യേണ്ടത് എപ്പോഴാണ്, നിങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടാണ് ടിക്ക് ചെയ്യേണ്ടത്. ശരി ഓക്കെ, എന്നിട്ട് അതിൽ നിന്നും ഒരു വ്യക്തത കിട്ടും, ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ള വ്യക്തത കിട്ടും. ചിലർ ചെയ്യേണ്ട ജോലി അല്ലാതെ വേറെ ജോലി ചെയ്യുന്നുണ്ടെന്ന ഐഡിയ കിട്ടും. അത് ബേസ് ചെയ്തിട്ട് അവർക്ക് റീഷഫിൾ ചെയ്യണമെങ്കിൽ ജോലികൾ റീഷഫിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഒരു ഡിസംബർ തൊട്ടിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഈ രീതിയിൽ നോക്കാൻ തുടങ്ങുക. എന്നിട്ട് ജനുവരി ആകുമ്പോഴേക്കും നമുക്ക് സംഭവം ക്ലിയർ ആക്കി കൊണ്ടുവരാൻ കഴിയും. ഇൻ ദ മീൻ ടൈം ഞാൻ ഇതും കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. മറ്റേ 30 days കണ്ടന്റ്. ഓക്കെ, അത് ബേസ് ചെയ്തിട്ട് ഒരു ഡെയിലി വീഡിയോസ് ചെയ്യാനുള്ള ആരാണ് പ്രൊഫഷണൽ ആരാന്ന് വെച്ചാൽ അവരെ വെച്ചിട്ട് ചെയ്ത പോലെ ഒരു 30 ദിവസത്തേക്കുള്ള കണ്ടന്റ് ഒറ്റയടിക്ക് വേണമെങ്കിൽ ഒരു റൂം എടുത്തിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒറ്റയടിക്ക് ഒരു 30 കണ്ടന്റും കൂടെ ചെയ്യാം. എന്നിട്ട് അന്ന് പ്രൊസീഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഒരു കാര്യം അശ്വതി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു 6 മാസം, ഈ മാർച്ച് 31 ആകുമ്പോഴേക്കും ഇത് വേറെ രീതിയിലേക്ക് നമ്മുടെ സ്ഥാപനം മാറും 100%. ഓക്കെ ഓക്കെ, എനിക്ക് സാറാ ചാറ്റ് ജിടിപിയുടെ കൂടെ അയച്ചു തരുമോ? അതും അയച്ചു തരാം. ഈ 48 ഇതും അയച്ചു തരാം.
ഓക്കെ സർ. ഓക്കെ. അപ്പൊ ഇത്ര നമ്മുടെ സമയം ചെലവഴിച്ച് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഏകദേശം 1.5 തീർച്ചയായിട്ടും. മണിക്കൂർ ഇരുന്നു, യൂസ്ഫുൾ ആയിരുന്നു അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, വെരി ഗുഡ്. സാറിന് അപ്പൊ നമ്മുടെ ഞായറാഴ്ചയല്ലേ നമ്മുടെ അടുത്ത സെഷൻ? ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് എന്റെ ഈ നമ്പർ, മറ്റേ ആ നമ്പർ തന്നെ, ആ നമ്പറിലേക്കാണ് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ടാവുക. 54400 എന്നാണ് അയക്കുന്നുണ്ടാവുക, ലിങ്ക് അയക്കുന്നുണ്ടാവുക. രാത്രി ശരി. 8 മണിക്കാണ് സെഷൻ ഉണ്ടാവുക. ഓക്കെ, ഇത് യൂസ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു വീഡിയോയിലൂടെ തന്നെ എനിക്കൊരു ഫീഡ്ബാക്ക് തരണം. ഇത് നമ്മുടെ വൺ ടു തീർച്ചയായിട്ടും. വൺ സെഷൻ ഉണ്ടായിരുന്നു. വൺ ടു സെഷനിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് കല്യാൺജി പറഞ്ഞത്, ശരി, അത് എങ്ങനെയാണ് ശരി. നമ്മുടെ ബിസിനസ്സിൽ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഒരു 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 വീഡിയോയും കൂടെ എനിക്ക് അയച്ചു തരണം. ഓക്കെ. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ള വളരെ സന്തോഷം. ഓക്കെ. ഓക്കെ അപ്പൊ സർ, ആ താങ്ക് യു. കാര്യം വൈഫിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഏൽപ്പിക്കുക, അവരെ ഹാൻഡിൽ ചെയ്യുന്ന ശരി, കാര്യം. ശരി. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു.